നമസ്കാരം. ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം. BJPയെയും RSSനെയും ഭയക്കുന്നവർക്ക് പാർട്ടിക്ക് പുറത്തേക്കുള്ള വാതിൽ ചൂണ്ടി രാഹുൽ ഗാന്ധിയുടെ കടന്നാക്രമണം. ഭയക്കുന്നവരെ പാർട്ടിക്ക് വേണ്ടെന്നും അവർ RSS ബന്ധമുള്ളവരാണെന്നും മുൻ കോൺഗ്രസ് അധ്യക്ഷൻ. പുറത്തുള്ള ധീരന്മാരെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്ത് സാധാരണ പാർട്ടിക്കാർക്ക് കയ്യടിക്ക് വക നൽകുന്ന രാഹുലിൻ്റെ പ്രസ്താവന പക്ഷേ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി എങ്ങനെയാകും സ്വീകരിക്കുക? കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിൽ രാഹുലിൻ്റെ സന്ദേശം നടപ്പിലാക്കുമോ? ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത് ഈ വിഷയമാണ്. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. കോൺഗ്രസിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ച് BJPയെ ഭയക്കുന്നവരെ കോൺഗ്രസിന് വേണ്ടെന്ന രാഹുലിന്റെ പ്രസ്താവന. KPCC DCC പുനഃസംഘടന വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് രണ്ടാം നിര നേതാക്കൾ. ഗ്രൂപ്പ് നേതാക്കളുമായുള്ള സമവായ ചർച്ചകൾ ഫലം കണ്ടില്ല. DCC ഭാരവാഹികളുടെ പാനൽ തയ്യാറാക്കാൻ ഒരുങ്ങി K സുധാകരൻ. പഞ്ചാബിൽ സിദ്ധുവിനെ PCC അധ്യക്ഷനാക്കാനുള്ള നീക്കത്തിനെതിരെ അമരീന്ദർ സിംഗ്. സംസ്ഥാനത്ത് ഇന്ന് 16,148 പേർക്ക് കോവിഡ്, 114 മരണം. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 10.76%. വാക്സിനേഷനിൽ കേരളം മുന്നിലെന്ന് മുഖ്യമന്ത്രി. ഇപ്പോഴത്തെ രീതിയിൽ വാക്സിനേഷൻ മുന്നോട്ട് പോയാൽ സാമൂഹിക പ്രതിരോധ ശേഷി കൈവരിക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി. കോവിഡ് നിയന്ത്രണങ്ങളിൽ കൂടുതൽ ഇളവുകൾ. ബക്രീദ് പരിഗണിച്ച് തിങ്കളാഴ്ച എല്ലാ കടകളും തുറക്കാം. ഒരു ഡോസ് വാക്സിനെങ്കിലും എടുത്തവർക്ക് ആരാധനാലയങ്ങളിൽ പ്രവേശിക്കാം. നിയന്ത്രണങ്ങളോടെ സിനിമാ ഷൂട്ടിങ്ങിനും അനുമതി. എല്ലാ കുട്ടികൾക്കും ഡിജിറ്റൽ പഠനം ഉറപ്പുവരുത്താൻ വിദ്യാഭ്യാസ ശാക്തീകരണ നിധി രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിലവിലെ ആനുകൂല്യത്തിൽ ഒരു കുറവും ഉണ്ടാക്കില്ലെന്ന് മുഖ്യമന്ത്രി. സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കാനാണ് ലീഗ് ശ്രമമെന്ന് A വിജയരാഘവൻ. വിഷയത്തിൽ UDFൽ ഭിന്നത. സർക്കാർ തീരുമാനം സ്വാഗതം ചെയ്ത VD സതീശൻ ലീഗ് സമ്മർദ്ദത്തിൽ മലക്കം മറിഞ്ഞു. UDFൽ സമവായത്തിന് ശ്രമിക്കുമെന്ന് K സുധാകരൻ. പ്രതിപക്ഷ നേതാവുമായി വീണ്ടും ചർച്ച നടത്തുമെന്ന് കുഞ്ഞാലിക്കുട്ടി. KM ഷാജിക്കെതിരായ അഴിമതി അന്വേഷണം കർണാടകത്തിലേക്ക്. കർണാടകത്തിലെ സ്വത്ത് വിവരം പരിശോധിക്കും. വയനാട്ടിൽ ഷാജി വാങ്ങിയത് കൃഷിഭൂമി അല്ലെന്നും കണ്ടെത്തൽ. രാജ്യത്ത് പെട്രോൾ വില ഇന്നും കൂട്ടി. ലിറ്ററിന് 30 പൈസ വർദ്ധിപ്പിച്ചു. ഡീസൽ വിലയിൽ മാറ്റമില്ല. സർക്കാർ പാട്ടത്തിന് നൽകിയ ഭൂമി കൈമാറാനുള്ള എയർ ഇന്ത്യ നീക്കത്തിനെതിരെ നാട്ടുകാരുടെ പ്രക്ഷോഭം. RSSലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ പ്രവാഹം പ്രതിരോധിക്കാനാകുമോ? ഇതാണ് ന്യൂസ് ആൻഡ് വ്യൂസ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ ഷിജു ഖാൻ, CPIM നേതാവ്, കോൺഗ്രസ് നേതാവ് A ഷുക്കൂർ, BJP വക്താവ് TP ജയചന്ദ്രൻ മാസ്റ്റർ, രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര എന്നിവർ. എല്ലാ അതിഥികളും ഇപ്പോൾ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. ആദ്യം കോൺഗ്രസ് നേതാവ് ശ്രീ ഷുക്കൂറിലേക്കാണ് പോകുന്നത്. ശ്രീ ഷുക്കൂർ, രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസിൽ നടപ്പിലാക്കാനാകുമോ? എന്താ, ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെയാണ്. RSSന് എതിരായ അല്ലെങ്കിൽ BJPയുടെ നയസമീപനങ്ങൾക്ക് വിരുദ്ധമായ ഒരു മുന്നേറ്റം തന്നെയാണ് മതേതര പാർട്ടിയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്. അതിനെന്ത് തർക്കം? അതിനെന്താ തർക്കമുള്ളത്? രാജ്യമെമ്പാടും അങ്ങനെ തന്നെയാണ്. ചില കുതിരക്കച്ചവടത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവസരവാദികളെയും കുത്തികളായി വരുന്ന ആളുകളെയും അങ്ങനെ മേച്ചിൽപ്പുറങ്ങൾ തേടി പോയിരിക്കും. പല ഘട്ടങ്ങളിലും അത്തരം ആളുകളുടെ പരിതാപകരമായ അവസ്ഥ നമ്മൾ പിന്നാട് കണ്ടിട്ടുള്ളത് നമുക്ക് കാണാൻ കഴിയുന്ന അവസ്ഥയുണ്ട്. ഇന്ദിരാഗാന്ധിയെ പരാജയപ്പെടുത്താൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ തകർക്കാൻ എന്ത് ഹീനമാർഗവും സ്വീകരിക്കുമെന്ന് ഈ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റുകളടക്കം, അത് ഒരു പ്രത്യേക കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം
പ്രത്യേകിച്ച് നേതൃത്വം കൊടുത്തത് മറന്നുപോയിട്ടുണ്ടോ? ഉണ്ടോ? ആരെയാണ് ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് വലിച്ചിറക്കി താഴെ ഇറക്കി ആരെയാണ് അധികാരത്തിലേക്ക് കൊണ്ടുവന്നത്? അപ്പോൾ കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം RSSന് വിരുദ്ധമാണ്, മതേതരത്വത്തിൽ ഊന്നിയുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. RSSന്റെ താല്പര്യങ്ങൾക്കും BJPയുടെ നയസമീപനങ്ങൾക്കും വിരുദ്ധമാണ് കോൺഗ്രസ് രാഷ്ട്രീയം. ശ്രീ ഷുക്കൂർ, വളരെ വ്യക്തമാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച ശ്രീ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഈ സന്ദേശം സമൂഹ മാധ്യമങ്ങളിലൂടെ അദ്ദേഹം കോൺഗ്രസിന്റെ അണികൾക്ക് ഒരു വലിയ ആവേശമുണ്ടാക്കാനുള്ള ശ്രമമാണ് നടത്തിയിട്ടുള്ളത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ താങ്കൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ RSS ബന്ധമുള്ളവർക്ക് വിട്ടുപോകാം എന്ന് തന്നെയാണ്. അവരാണിപ്പോൾ വിട്ടുപോയിട്ടുള്ളത്. അവർക്ക് BJPയെയും RSSനെയും പേടിയാണ്. അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങനെയുള്ള ആളുകൾക്ക് പോകാമെന്ന് തന്നെ വാതിൽ ചൂണ്ടി പറയുമ്പോൾ G23 ഗ്രൂപ്പിൽ പെടുന്ന ചില കോൺഗ്രസ് നേതാക്കളെ അവരുടെ ചിത്രങ്ങൾ ആളുകളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അതുകൂടാതെ BJPയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നവർ, ചില ബാർഗെയിനിങ് നടത്തി ഇപ്പോഴും പാർട്ടിയിൽ തുടരുന്നവർ, അവരൊക്കെ ഇനി അങ്ങനെ നിൽക്കണ്ട, പൊയ്ക്കോളൂ എന്ന് പറയുന്നത് പോലെ തോന്നുന്നുണ്ട്. അവരൊക്കെ പോകുമോ? അവരെ പുറത്താക്കുമോ? അല്ല, എന്നോടാണോ? ഞാൻ മറുപടി പറയട്ടെ. തീർച്ചയായും താങ്കൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം താങ്കൾക്ക് തരുന്നു. ലാലെ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ എല്ലാ കാലത്തും കോൺഗ്രസിന്റെ നന്മയ്ക്ക് വേണ്ടി, ഭാവിക്ക് വേണ്ടി തിരുത്തൽ ശക്തികളായി പ്രവർത്തിച്ചിട്ടുണ്ട്. അത് മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിലുമുണ്ട്, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലുമുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസും മറ്റൊരു നേതാവുമായിട്ടുള്ള മത്സരം AICC പ്രസിഡന്റ് സ്ഥാനത്ത് വന്നപ്പോഴും കോൺഗ്രസിനകത്ത് അങ്ങനെ തന്നെയാണ് പോയിരുന്നത്. അതുകൊണ്ട് ഈ നിങ്ങൾ വിശേഷിപ്പിക്കുന്ന 23 ഉണ്ടല്ലോ, അത്തരത്തിലുള്ള ഒരു വലിയ കോൺഗ്രസിന്റെ ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ ഭാഗമായി കോൺഗ്രസിനെ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകളോ വീഴ്ചകളോ വന്നാൽ അത് പരിഹരിക്കാനുള്ള ഒരു മുന്നേറ്റമായി തന്നെ അതിനെയും അംഗീകരിക്കുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഒരു സംശയം വേണ്ട. അത് കോൺഗ്രസിന്റെ കഴിഞ്ഞ കാലങ്ങളിലും പ്രകടമാണ്. ചരിത്രത്തിൽ പലപ്പോഴും വളരെ അഭിമാനത്തോടു കൂടി അത്തരം കാര്യങ്ങളെ ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ് ശ്രീ ഷുക്കൂർ. അപ്പോൾ ആരെയാണ് ശ്രീ രാഹുൽ ഗാന്ധി സ്പെസിഫിക് ആയി ഉദ്ദേശിച്ചത്? ഈ ഭയമുള്ളവർ പാർട്ടിയിൽ ഉണ്ട് എന്നുള്ളവർക്കും പോകാം എന്ന്, ഉണ്ടെങ്കിൽ എന്നല്ല, അങ്ങനെ ഉള്ളവർക്കും പോകാമെന്ന് വ്യക്തമായി തന്നെ വാതിൽ ചൂണ്ടിക്കാട്ടി പറയുന്നത് രാഹുൽ ഗാന്ധി ആരെ ഉദ്ദേശിച്ചാണ്? അദ്ദേഹത്തോട് അടുത്തു നിന്ന 2 പേർ വിട്ടുപോയി എന്നുള്ളത് ശരിയാണ്. അവർക്ക് ചില മേച്ചൽപ്പുറങ്ങളെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഒന്ന് മധ്യപ്രദേശിൽ നിന്നാണ്, രണ്ടാമത്തത് UPയിൽ നിന്നാണ്. ഈ 2 പേരുടെയും ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്ത് എന്നുള്ളത് വ്യക്തമാണ്. അതറിയാം. മാധവ് റാവു സിന്ധ്യ എന്ന് പറയുന്ന കരുത്തനായ കോൺഗ്രസ് നേതാവിനെ പോലെ രക്തസാക്ഷിയായ ഒരു കോൺഗ്രസ് നേതാവ്, ആ ഭരണ രംഗത്ത് അതിനിപുണതയോടുകൂടി പ്രവർത്തിച്ച ഒരു നേതാവ്, ആ നേതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രൻ അത്രമാത്രം വിശ്വാസത്തിലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് പുതിയ മേച്ചിൽപ്പുറം വേണം, പുതിയ അധികാര സ്ഥാനങ്ങളിലേക്ക് പോകണം. അതിന് അദ്ദേഹം പോയി. അതോടൊപ്പം തന്നെ മറ്റൊരാൾ UPയിൽ പോയി. അവർ 2 പേരും പോയപ്പോൾ ഏറ്റവും വിശ്വസ്തതയുണ്ടായിരുന്ന ആളാണ് എന്നുള്ളത് കോൺഗ്രസിനകത്തും പുറത്തും അല്ലെങ്കിൽ നിരീക്ഷകരായിരുന്നവർക്കും അങ്ങനെ പരാമർശിക്കപ്പെട്ടു. അങ്ങനെ വന്നിരുമ്പോൾ സത്യസന്ധമായി ഇങ്ങനെ ഒരു നേതാവിനെ വിലയിരുത്താൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിൽ പ്രതികരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, അതാണ് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രം, കോൺഗ്രസിന്റെ മതേതരത്വം. ശരി, വളരെ വ്യക്തമാണ്. ഇതേ ആർജവത്തോടുകൂടി, ഇതേ സത്യസന്ധതയോടുകൂടി, ഇതേ ആത്മാർത്ഥതയോടുകൂടി അടുത്ത ചോദ്യത്തിനും അങ്ങ് ഉത്തരം പറയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിലും പല കാലങ്ങളിലായി ഈ BJP RSS ബന്ധം പല നേതാക്കൾക്കുമെതിരെ കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ശ്രീ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട്. പകൽ കോൺഗ്രസും രാത്രി BJPയുമായി നടക്കുന്നവരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ചില ആളുകളുടെ പേരിലുള്ള പരാതികൾ ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മുമ്പിലുണ്ട്.
രാഹുൽ ഗാന്ധി നിയോഗിച്ച് പ്രസിഡന്റായിരിക്കുന്ന ശ്രീ കെ സുധാകരൻ കേരളത്തിലൊരു ക്ലീൻ കോൺഗ്രസ് ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ, രാഹുൽ ഗാന്ധി ഇങ്ങനെയുള്ള സന്ദേശം നൽകുമ്പോൾ കേരളത്തിൽ പ്രതീക്ഷിക്കാമോ ഈ ക്ലീനിങ്? ഇവിടെ നിന്നും ചില ആളുകൾക്ക് പുറത്തു പോകാം, BJP ഭയന്നുള്ളവർ ഇവിടെ നിൽക്കണ്ട എന്നുള്ളത് ഇവിടെ നടപ്പിലാക്കുമോ? അത്തരം ആളുകളെ കുറിച്ച് കോൺഗ്രസിൽ അഭിപ്രായം പറയാനും നടപടിയെടുക്കാനും ഉത്തരവാദിത്തമുള്ള നേതാവുണ്ട് എന്ന് തെളിയിക്കപ്പെടുന്ന ഒരു ഘട്ടമാണിത്. എന്നാൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥിതി എന്താണ്? കോൺഗ്രസിനെ പരാജയപ്പെടുത്താൻ 77 RSSുമായി പരസ്യബന്ധമുണ്ടാക്കിയ, ഞാൻ പറയട്ടെ ഞാൻ എങ്ങനെ പറയണം എന്ത് പറയണമെന്ന് ലാലല്ലല്ലോ തീരുമാനിക്കുന്നത്, ഞാൻ തീരുമാനിക്കും. അതുകൊണ്ട് 77 കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI അല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് മാർക്സിസ്റ്റ് എന്ന CPM എടുത്ത നിലപാടുണ്ടല്ലോ, ആ നിലപാട് എത്രമാത്രം വേണ്ടാത്തതായിരുന്നു എന്ന് തള്ളിപ്പറയാൻ ഒരു നിമിഷമെങ്കിലും നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? CPM-നോടുള്ള ആ ചോദ്യം അവിടെ നിൽക്കട്ടെ, അത് ഞാൻ ചോദിക്കാം ശ്രീ ഷുക്കൂർ. പക്ഷേ കോൺഗ്രസിനോടുള്ള ചോദ്യം അതല്ല, ശ്രീ ഷുക്കൂറിനോടുള്ള എന്റെ ചോദ്യം അതല്ല. അതായത് പല കാലങ്ങളിലായി കോൺഗ്രസ് പാർട്ടിയിൽ BJP ബന്ധത്തിന്റെ പേരിൽ ആരോപണങ്ങളും പരാതികളും കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വന്നിട്ടുള്ളവർക്കെതിരെ നടപടിയെടുക്കാതെ ഇപ്പോഴും കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഉദാഹരണം ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് BJP ധാരണ ഒരു വലിയ പരാതിയായി വന്നതാണ്. ഇവിടെയുള്ള ചില നേതാക്കൾക്കെതിരെ KPCC ഓഫീസിന് മുന്നിലും DCC ഓഫീസിന് മുമ്പിലുമൊക്കെ പോസ്റ്ററുകൾ പതിച്ചത് ഇപ്പോഴും മാധ്യമങ്ങളുടെ ലൈബ്രറിയിലുണ്ട്, അവരുടെ ആർക്കൈവ്സിലുണ്ട്. അതായത് ശ്രീ തമ്പാനൂർ രവി, ശ്രീ VS ശിവകുമാറിനെ പോലെയുള്ള നേതാക്കളൊക്കെ ഇങ്ങനെ BJP ധാരണ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞതാണ്. അന്വേഷണമുണ്ടോ? തെളിവുണ്ടെങ്കിൽ അത് നോക്കി നടപടിയുണ്ടോ? ബാക്കിയുള്ള പുതിയ മറ്റാരോപണങ്ങൾ അങ്ങേക്ക് വേണമോ? ലാലെ, അത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും വീഴ്ച കോൺഗ്രസിനുണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചകളെ അതിശക്തമായി നേരിട്ട് അത്തരക്കാരെ പാർട്ടിയിൽ വെച്ചു പൊറപ്പിക്കില്ല എന്നുള്ള സന്ദേശം കൂടിയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്. അവിടെ അത് പറയുമ്പോൾ ഞാൻ പറയുന്ന കഴിഞ്ഞകാല ചരിത്രവും ഈ അടുത്ത കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ സംഭവവും നിങ്ങൾ ഒന്ന് അയവിറക്കുന്നത് നന്നായിരിക്കും. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കൈരളി ചാനല് അത്തരത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭാഗമാണ്, അല്ലെങ്കിൽ CPM-ന്റെ ഭാഗമാണ്, മുഖ്യമന്ത്രി പിണറായിയുടെ ഭാഗമാണ്. പിണറായി വിജയൻ മനുഷ്യരുടെ ഭാഗമാണ്, പ്രേക്ഷകരുടെ ഭാഗമാണ്, അതൊന്നും അല്ല ഇവിടുത്തെ തർക്കം. 69 സീറ്റുകളിൽ നിങ്ങൾ BJP-യുടെ വോട്ടുകൾ കുറഞ്ഞു. അതെങ്ങോട്ട് പോയി എന്നുള്ളത് വ്യക്തമാണ്. നമ്മുടെ മുൻ പ്രതിപക്ഷ നേതാവ് ആ ചോദ്യങ്ങൾ ചോദിക്കാൻ നിങ്ങൾക്ക് ഉന്നയിക്കാം ശ്രീ ഷുക്കൂർ. പക്ഷേ എന്റെ പ്രധാനപ്പെട്ട ചോദ്യം, രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവ് കോൺഗ്രസിനെ ഈ രീതിയിൽ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ആർജവത്തോടുകൂടി പുതിയ പ്രത്യയശാസ്ത്രം പറയുന്ന രാഹുൽ ഗാന്ധി പറയുന്ന കാര്യം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ വോട്ട് ചോർച്ച തന്നെ അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ നേതാവ് ശ്രീ K മുരളീധരൻ, അദ്ദേഹം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് രാഹുൽ ഗാന്ധിക്ക് ഒരു പരാതി കൊടുത്തതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രീ K മുരളീധരൻ പറഞ്ഞത് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ, BJPക്ക് വോട്ട് മറിക്കാൻ കോൺഗ്രസ് ശ്രമിച്ചു എന്നാണ്, കോൺഗ്രസിലെ പലരും ശ്രമിച്ചു എന്നാണ്. അത് നടപടി ഉണ്ടാകുമോ? വോട്ട് ചോർച്ച ഉണ്ടായിട്ടുള്ളത് BJPക്കാണ്. ആ വോട്ട് എങ്ങോട്ട് പോയി എന്നുള്ളത് പ്രകടമാണ്. ആലപ്പുഴ ജില്ലയിൽ CPM-ന്റെ ജില്ലാ കമ്മിറ്റി ഇന്ന് കൂടിയ ദിവസമാണ്. എന്താണ് അന്വേഷണം? എങ്ങനെ ആലപ്പുഴയിൽ വോട്ട് കുറഞ്ഞു, എങ്ങനെ ഭൂരിപക്ഷം താഴോട്ട് പോയി, ശരി, ഞാൻ കൂടുതൽ സമയം എടുത്ത് മറ്റുള്ളവർക്കുള്ള അവസരം കൂടി ഇല്ലാതാക്കുന്നില്ല. ഞാൻ വരാം ശ്രീ ഷുക്കൂർ. പ്രധാന ചോദ്യങ്ങൾ ഞാൻ ഉന്നയിച്ചു, അങ്ങ് ഉത്തരം കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അടുത്ത റൗണ്ടിൽ അങ്ങേക്ക് സമയം തരാം. ഡോക്ടർ ഷിജു ഖാൻ, ഇപ്പോൾ ശ്രീ ഷുക്കൂർ കോൺഗ്രസിന് വേണ്ടി പറഞ്ഞത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഉന്നയിച്ച പ്രസ്താവനകളെ അതുപോലെ ഏറ്റുവാങ്ങുന്ന, അതുപോലെ ഉയർത്തിപ്പിടിക്കുന്ന കോൺഗ്രസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്, രാജ്യത്തും സംസ്ഥാനത്തും എന്ന് തെളിയിക്കുന്നതാണോ? നിങ്ങൾക്ക് ആ വിശ്വാസമുണ്ടോ? വാസ്തവത്തിൽ RSSനെ ഭയന്ന് RSSന്റെ കൂടാരത്തിലേക്ക് എത്താൻ നിൽക്കുന്ന ഒരു കോൺഗ്രസിനെ സംബന്ധിച്ചാണ് ശ്രീ രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമാകുന്നത്.
ഇത് യഥാർത്ഥത്തിൽ യാദൃച്ഛികമായിട്ട് ഇന്ത്യയിലെ കോൺഗ്രസിനെ ബാധിച്ച ഒരു പ്രശ്നമല്ല. ഒരു ദീർഘകാലമായി RSSൻ്റെ BJPയുടെ പല വിധത്തിലുമുള്ള സ്വാധീനങ്ങൾക്ക് വഴിപ്പെടുന്ന ഒരു ദേശീയ രാഷ്ട്രീയമാണ് കോൺഗ്രസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പറയേണ്ടി വരുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുകൂടി ശ്രീ എ ഷുക്കൂർ മനസ്സിലാക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഏറ്റവും അവസാനത്തെ ഉത്തർപ്രദേശിലെ പ്രമുഖനായിട്ടുള്ള കോൺഗ്രസ് നേതാവാണ് ശ്രീ ജിതിൻ പ്രസാദ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ വളരെ സമുന്നതനായിട്ടുള്ള നേതാവാണ്. മുൻ കേന്ദ്ര സഹമന്ത്രിയും ശ്രീ രാഹുൽ ഗാന്ധിയുടെ വലങ്കയായി അടുത്ത കാലം വരെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ്. അദ്ദേഹം നേരെ BJPയുടെ കൂടാരത്തിലെത്തുകയാണ്. അതോടൊപ്പം കോൺഗ്രസ് യുവതുർക്കികളിൽ ഈ രാജ്യത്ത് ആഘോഷിക്കപ്പെട്ട വ്യക്തിയാണല്ലോ പിന്നീട് ഗോളിയോർ രാജകുടുംബാംഗം കൂടിയായിട്ടുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ. അദ്ദേഹം പിന്നീട് BJPയിലേക്ക് എത്തുന്ന കാഴ്ച നാം കാണുകയുണ്ടായി. അങ്ങനെ ഓരോ വ്യക്തിയും കോൺഗ്രസിൻ്റെ രാജ്യത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ BJPയുടെ കൂടാരത്തിലേക്ക് എത്തുകയാണ്. വ്യക്തികളുടെ മാത്രം ഒരു രൂപാന്തരണ പ്രക്രിയയാണോ അത്? അല്ല. 2018 കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലുണ്ട്. കർണാടകയിലെ തെരഞ്ഞെടുപ്പിൽ യഥാർത്ഥത്തിൽ ദക്ഷിണേന്ത്യയിൽ BJPയുടെ കയ്യിലുള്ള ഒരു ഭരണമാണല്ലോ കർണാടക. ആ കർണാടകയിൽ 2018 105 സീറ്റുമായി BJP ഒന്നാം സ്ഥാനത്ത്, തൊട്ടു പിന്നാലെ 75 സീറ്റുമായി കോൺഗ്രസ്, മൂന്നാം സ്ഥാനത്ത് JDU 37, ജനതാദൾ സെക്കുലർ 37, അങ്ങനെ 224 സീറ്റിൽ കോൺഗ്രസും അതോടൊപ്പം ജനതാദളും ചേർന്ന ഒരു സഖ്യം അധികാരത്തിൽ വരുന്നു. അധികാരത്തിൽ വന്ന് ഒരു വർഷം പിന്നിടുമ്പോഴേക്ക് 17 MLA-മാർ മാറുന്നു. അതിൽ 14 പേരും കോൺഗ്രസിൻ്റെ MLA-മാരാണ്. അങ്ങനെ ആ ഭരണം അവിടെ വീഴുന്നു. BJP അധികാരത്തിൽ വരുന്നു. ഈ 14 MLA-മാർ പിന്നീട് BJPയുടെ ബൈ ഇലക്ഷനിൽ BJPയുടെ ടിക്കറ്റിൽ ഇതിൽ ഭൂരിപക്ഷം പേരും ജയിച്ചു വരുന്ന കാഴ്ചയും നമ്മൾ കാണുകയാണ്. 2018 നടന്ന മധ്യപ്രദേശിലെ തെരഞ്ഞെടുപ്പ് നമ്മൾ കാണണ്ടേ? ഒരു ദീർഘകാലത്തെ ജനങ്ങൾ സഹികെട്ടാണ് വാസ്തവത്തിൽ അവിടെ പിന്നീട് BJPയുടെ ദുർഭരണത്തിൽ സഹികെട്ടുകൊണ്ടാണ് കോൺഗ്രസിനെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. 114 സീറ്റോടെ കോൺഗ്രസ് ഒന്നാം കക്ഷി, 109 സീറ്റോടെ BJP രണ്ടാം കക്ഷിയായി വരുന്നു. കമൽനാഥ് മുഖ്യമന്ത്രിയാകുന്നു. എന്താ സംഭവിച്ചത്? അവിടെ പിന്നീട് ജ്യോതിരാദിത്യ സിന്ധ്യ സ്വാധീനിക്കപ്പെട്ടു. അദ്ദേഹം BJPയുടെ കൂടാരത്തിലെത്തുന്നു. നിരവധി MLA-മാരുടെ പിന്തുണയോടുകൂടി അവിടെ BJP അധികാരത്തിൽ വരുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഗോവ 2017 17 സീറ്റ് നേടി ഒന്നാം സ്ഥാനത്ത് എത്തിയില്ലേ കോൺഗ്രസ്. പക്ഷെ അവിടെ കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ സാധിച്ചോ? അവിടെ പിടിച്ചെടുത്തില്ലേ BJP. പോണ്ടിച്ചേരി 2016 തൊട്ടപ്പുറത്താണ്. നമ്മുടെ മാഹി ഉൾപ്പെടുന്ന കേരളത്തിൻ്റെ പിന്നീട് അടുത്ത് കിടക്കുന്ന മാഹി ഉൾപ്പെടുന്ന പോണ്ടിച്ചേരിയിൽ എന്താ സംഭവിച്ചത്? പോണ്ടിച്ചേരിയിൽ കോൺഗ്രസും DMK-യും ഒക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു സഖ്യം അധികാരത്തിൽ വരുന്നു. അധികകാലം കഴിയുന്നില്ല, കോൺഗ്രസിൻ്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരടക്കം കൂറുമാറി മുഖ്യമന്ത്രി നാരായണസ്വാമി അടക്കം രാജിവെക്കേണ്ടുന്ന ഒരവസ്ഥ അവിടെ ഉണ്ടായി. ഞാൻ അതിൻ്റെ ദീർഘാംശങ്ങളിലേക്ക് പോകുന്നില്ല. അപ്പോൾ രാജ്യത്ത് BJPയെ നേരിടാൻ, RSSനെ നേരിടാൻ ആന്തരികമായും ബാഹ്യമായിട്ടുമുള്ള ശക്തി കോൺഗ്രസിന് നഷ്ടപ്പെടുന്നു. അങ്ങനെ നഷ്ടപ്പെട്ടത് ചൂണ്ടിക്കാണിക്കണ്ടേ? ഇപ്പോൾ ശ്രീ ഗുലാം നബി ആസാദിനെ പോലുള്ള നേരത്തെ പറഞ്ഞല്ലോ ഒരു 23 ഗ്രൂപ്പ് കോൺഗ്രസിനെ ആ 23 ഗ്രൂപ്പാണല്ലോ ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ രാജ്യത്ത് RSSനെ നിവർന്നു നിന്ന് നേരിടാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് തെരഞ്ഞെടുക്കപ്പെട്ടാൽ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞല്ലോ, കോൺഗ്രസ് ഒരു മികച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നില്ലെങ്കിൽ BJP-ആയി രൂപാന്തരപ്പെടും എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന ധൈര്യമില്ലാത്തവർ ഇവിടെ നിൽക്കേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു ദയനീയ അവസ്ഥയാണ്. അപ്പോൾ കോൺഗ്രസിന്റെ നേതൃത്വം ഇപ്പോൾ ഇരിക്കുന്ന ശ്രീ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതൃത്വം BJPയെ നേരിടാനുള്ള പ്രാപ്തി അവർക്കില്ല എന്നുള്ളതല്ലേ അതിന്റെ തുറന്നുള്ളൊരു സമ്മതമല്ലേ നമ്മൾ കാണുന്നത്? ഡോക്ടർ ഷിജു ഖാൻ, ഈ കാര്യത്തെ പക്ഷേ കോൺഗ്രസിന്റെ നേതാക്കൾ എങ്ങനെ കാണുന്നു എന്നത് ശ്രീ ഷുക്കൂർ ഇപ്പോൾ പറഞ്ഞതിൽ നിന്ന് വായിച്ചെടുക്കേണ്ടതുണ്ട്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഒരു അവസാനത്തെ അവസരം എന്നുള്ള നിലയ്ക്ക് ഇനി ധൈര്യമില്ലാത്തവർ, BJPയെ പേടിച്ചു നിൽക്കുന്നവർ ഇതിനകത്ത് വേണ്ട എന്ന് പറയുമ്പോൾ അങ്ങനെയുള്ള ആരോപണങ്ങളും പരാതിയുമുള്ള ആളുകളെ ഇവിടെ ഒന്ന് അന്വേഷണത്തിന് വിധേയമാക്കുകയും സ്ക്രീൻ ചെയ്യുകയും അവരെ പുറത്താക്കുകയും ചെയ്യുന്നതിനുള്ള നടപടി തുടങ്ങുന്നു എന്ന് കേരളത്തിലെങ്കിലും കാണിക്കാൻ നേതാക്കൾക്കാകുന്നുണ്ടോ? ഷുക്കൂറിന്റെ മറുപടിയിൽ നിന്ന് അങ്ങനെ വായിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ പകരം നിങ്ങൾക്കെതിരെയുള്ള ചില മറുപടികളാണ് ഇവിടെ ഉണ്ടായത്. ഞാൻ അതിലേക്ക് വരാം. ശ്രീ എ ഷുക്കൂർ, യഥാർത്ഥത്തിൽ കേരളത്തിൽ
വമ്പിച്ച മാധ്യമ പിന്തുണയോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒന്നാം ഗവൺമെന്റിനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുകയും ആക്ഷേപങ്ങൾ ചൊരിയുകയും ഒക്കെ ചെയ്തിട്ടും ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം നിന്നതിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലൊന്ന് മതനിരപേക്ഷതയിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഇടതുപക്ഷം തയ്യാറല്ല എന്നതുകൊണ്ടാണ്. കർണാടകയിൽ നിങ്ങൾക്ക് പിന്തുണ തന്നു, അവിടുത്തെ നിങ്ങൾ ജനങ്ങളെ വഞ്ചിച്ചു. ഗോവയിൽ പിന്തുണ തന്നു, നിങ്ങൾ വഞ്ചിച്ചു. മധ്യപ്രദേശിൽ പിന്തുണച്ചു, വഞ്ചിച്ചു. അങ്ങനെ രാജ്യത്ത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന, നിങ്ങൾക്ക് ഭൂരിപക്ഷം തരുന്ന BJPയോട് സഹികെട്ട് നിങ്ങളെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ നിങ്ങൾ വഞ്ചിക്കുന്നു. പക്ഷെ കേരളത്തിലോ ഇന്ത്യ ഭരിക്കുന്ന BJPയോട്, RSSനോട്, അവർ പാസാക്കുന്ന പാർലമെന്റിലെ കരിനിയമങ്ങളോട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ രാജ്യത്ത് പൊരുതിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയം കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയമാണ്. അങ്ങത് സമ്മതിച്ചേ പറ്റൂ. രണ്ട്, ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും ഉണ്ടാകുന്ന ഒരു വോട്ടിൻ്റെ കുറവ്, അതല്ലെങ്കിൽ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന മറ്റേതെങ്കിലും സാങ്കേതിക കാര്യങ്ങൾ, അത് പരിശോധിക്കുക, അക്കാര്യത്തിൽ ഉചിതമായ തുടർ സംഘടനാ നടപടി സ്വീകരിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുജന പിന്തുണ വർദ്ധിപ്പിക്കുക. ഇതാണ് ഇടതുപക്ഷ രാഷ്ട്രീയം ഇവിടെ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ പരിശോധിച്ചോ, നിങ്ങൾ കേരളത്തിൽ പല മണ്ഡലങ്ങളിലും BJPക്ക് അനുകൂലമായി കോൺഗ്രസിന്റെ രാഷ്ട്രീയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചു. ഇവിടെ പറഞ്ഞല്ലോ, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അങ്ങക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങ് അവസാനം അത് സമ്മതിച്ചു. ഞാനതിനെ സ്വാഗതം ചെയ്യുന്നു. തിരുത്തേണ്ടതോ അല്ലെങ്കിൽ തെറ്റായതോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നങ്ങ് സമ്മതിച്ചു. അത്തരക്കാരെ വച്ചു പൊറുപ്പിക്കില്ല എന്ന് ഷുക്കൂർ പറഞ്ഞു. പക്ഷേ ശ്രീ A. ഷുക്കൂറിന്റെ വാദങ്ങൾ വാസ്തവത്തിൽ ഇന്നത്തെ ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ കേരളത്തിൽ പോലും ടോം വടക്കനെ പോലുള്ള കോൺഗ്രസിന്റെ പിന്നീട് അഖിലേന്ത്യാ വക്താക്കൾ, ശ്രീ രാമൻ നായരെ പോലുള്ള KPCCയുടെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാർ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്ക് ശ്രീ രാഹുൽ ഗാന്ധിയുടെ ഇടതുവശത്ത് നിൽക്കുന്ന ടോം വടക്കൻ ശ്രീ നരേന്ദ്രമോദിയുടെ വലതുവശത്തേക്ക് എത്തുന്നു. ഇതൊരു സാധാരണ പ്രക്രിയയായിട്ട് നമ്മൾ കാണരുത്. ശ്രീ ഷുക്കൂർ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ പരിഹരിക്കും. ഇത് പരിഹരിക്കപ്പെടുന്നില്ല, തുടർച്ചയായി പരിഹരിക്കപ്പെടുന്നില്ല. ഓരോ നിയമസഭാ ഇപ്പോ തമിഴ്നാട്ടിൽ ഒറ്റ കാര്യം ഞാൻ പറയാം. തമിഴ്നാട്ടിൽ DMK സഖ്യത്തോടൊപ്പമാണല്ലോ കോൺഗ്രസ്. ശ്രീ സ്റ്റാലിൻ എടുത്ത നിലപാട് എന്താ? കോൺഗ്രസിന് സീറ്റുകൾ കൂടുതൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്ത് ഗ്യാരണ്ടിയാണ് കോൺഗ്രസിന് അവിടെ ഉള്ളത്? ബീഹാറിൽ അവിടെ കുറെ സീറ്റുകളിൽ മത്സരിച്ചു. വാസ്തവത്തിൽ ആ സീറ്റുകൾ കൂടി മറ്റ് സഖ്യകക്ഷികൾക്ക് കൊടുക്കുമായിരുന്നെങ്കിൽ അവിടെ വലിയ വിജയം മതേതര പ്രസ്ഥാനങ്ങൾക്ക് കിട്ടുമായിരുന്നു. അപ്പോൾ വിലപേശി സീറ്റ് മേടിക്കുന്നു, മത്സരിക്കുന്നു. ജനങ്ങൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം തികയ്ക്കുന്നതിന് മുമ്പ് മറിയാണ് റിസോർട്ടുകളിലേക്ക് ഇന്ത്യയിലെ കോൺഗ്രസ്. ഇപ്പോൾ ഞാൻ ഒറ്റ കാര്യം പറയാം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന, ഞാൻ മനസ്സിലാക്കുന്നത് ഗുജറാത്തിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പാണെന്നാണ് ഞാൻ ഓർമ്മിക്കുന്നത്. ഗുജറാത്ത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട MLA-മാർ കൂറുമാറി BJPയുടെ കൂടാരത്തിലെത്തുമ്പോൾ റിസോർട്ടിന് മുന്നിൽ BJPക്കാർ അവരെ താമസിപ്പിക്കുന്ന റിസോർട്ടിന് മുന്നിൽ AICCയുടെ നേതാക്കന്മാർ കാത്തു നിൽക്കുന്ന ദയനീയ കാഴ്ച. ഞങ്ങൾക്ക് പോലും അതുണ്ടാക്കുന്ന ആഘാതം ചെറുതല്ല. കോൺഗ്രസ് മുക്ത ഭാരതമെന്നോ CPM മുക്ത ഭാരതമെന്നോ BJP പറഞ്ഞാൽ അതൊരു ജനാധിപത്യ വിരുദ്ധ നിലപാടാണെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. AICC നേതാക്കന്മാരുടെ ദയനീയ അവസ്ഥ ഞങ്ങളവിടെ കാണുകയുണ്ടായി ഈ രാജ്യം. യെസ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഷിജു ഖാൻ, ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ ഇവിടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊന്നുകൂടിയുണ്ട്. ധൈര്യമുള്ള ആളുകൾ പുറത്തുണ്ട്. അത് BJPക്കൊപ്പം നിൽക്കുന്നവരാകാം, അല്ലെങ്കിൽ മറ്റ് പാർട്ടികൾക്കൊപ്പമുള്ളവരാകാം, പാർട്ടിയിൽ വരാത്ത ആളുകൾ ഉണ്ടാകാം. അവരിൽ നിന്ന് ധീരന്മാരായിട്ടുള്ള ആളുകളെ പാർട്ടിക്ക് അകത്തേക്ക് ക്ഷണിച്ചുകൊണ്ടാണ് ഈ ധൈര്യമില്ലാത്ത ഈ BJPയെ പേടിക്കുന്ന ആളുകളെ പുറത്തേക്ക് പോകാൻ വേണ്ടി ശ്രീ രാഹുൽ ഗാന്ധി പറയുന്നത്. പക്ഷേ ഈ കാര്യത്തിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നും, കേരളം പോലെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടി ഒരു പ്രതീക്ഷ നൽകുന്ന രീതിയിൽ ഇവിടെ കോൺഗ്രസ് അവശേഷിക്കുന്നുണ്ട് എന്നും നിങ്ങൾ കാണുന്നുണ്ടോ? ശ്രീ ഷുക്കൂറിന്റെ മറുപടി നിങ്ങളെ ഏത് രീതിയിലാണ് ചിന്തിപ്പിക്കുന്നത്? ഡോക്ടർ ലാല്, സത്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രസ്താവന, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പലപ്പോഴും അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ, ഇതൊക്കെ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എത്തിയിരിക്കുന്ന സ്ഥാനം ഡോക്ടർ ലാലിന് തന്നെ വ്യക്തമായിട്ട് അറിയാം. കൈരളിയെ പോലുള്ള ഒരു ചാനലിന്റെ ഈ വിലപ്പെട്ട സമയം ഇതിനകത്ത് ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ബഹുമാന്യനായ ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകൾ ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആദ്യം കോൺഗ്രസ് വിടേണ്ടത് അദ്ദേഹമല്ലേ.
ആരാണ് ഡോക്ടർ ലാലെ അമേഠിയിൽ നിന്ന് 1977 ഒഴികെ ബാക്കിയുള്ള എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസിനെ മാത്രം പിന്തുണച്ച ഒരു മണ്ഡലത്തിൽ നിന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ പേടിച്ച് വയനാട്ടിലെ മുസ്ലിം ലീഗിന്റെ തണലിലേക്ക് ഓടി ഒളിച്ച നേതാവ് ആരാണ്? ആരാണ് ബി ജെ പിയെ പേടിച്ച് ഓടി സ്വന്തം മണ്ഡലം വിട്ട് ഒരു സുരക്ഷിത മണ്ഡലം നേടി കേരളത്തിലേക്ക് വന്നത്? കോൺഗ്രസിനെ ബി ജെ പി ഭയക്കുന്നത് യഥാർത്ഥത്തില് ഇവരാണോ? രാഹുൽ ഗാന്ധിയല്ലേ? അങ്ങനെയാണെങ്കിൽ അദ്ദേഹമല്ലേ കോൺഗ്രസിൽ നിന്നും ആദ്യം വിട പറയേണ്ടതും ആ പ്രസ്ഥാനത്തിന്റെ നേതൃത്വം മറ്റാരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കേണ്ടത്? അതല്ലേ എനിക്ക് ഷുക്കൂർ സാഹിബിനോട് ചോദിക്കാനുള്ളത്. ഭീരുവാണെങ്കിൽ, ബി ജെ പി ഭയന്നോടുകയാണെങ്കിൽ, സ്വന്തം മണ്ഡലം പോലും സൂക്ഷിക്കാൻ കഴിയാത്ത, സ്വന്തം സ്ഥാനം പോലും സൂക്ഷിക്കാൻ കഴിയാത്ത, ഒരു നിർണായക ഘട്ടത്തിൽ പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ പോലുള്ള ആർജവത്വം പോലും കാണിക്കാത്ത ഈ നേതാവിനെ അദ്ദേഹത്തിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട് ഒരു ചർച്ചയിലേക്ക് നമുക്ക് എങ്ങനെ പോവാം? ഇത് അദ്ദേഹം അങ്ങനെ ആവേശം കൊടുക്കാനൊന്നും പറഞ്ഞതല്ല. കോൺഗ്രസിന്റെ സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ ജ്യോതിരാദിത്യ സിന്ധ്യയെ കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞു. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്രയുള്ള അത്ഭുതമുള്ള കാര്യമാണ്. രാഷ്ട്രീയത്തിൽ കാലാനുസൃതമായ വെല്ലുവിളികളെ നേരിടാൻ കഴിയാത്ത പ്രസ്ഥാനങ്ങൾ കൈവിട്ടുകൊണ്ട് അനുകൂലമായ പ്രസ്ഥാനങ്ങളിലേക്ക് ആളുകൾ പോകുകയും അത്തരം ആളുകൾക്ക് അപമാനിക്കപ്പെടുമ്പോൾ അവർ അതിന് വലിയ പാപമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ തന്നെ നമ്മൾ പറഞ്ഞു, കോൺഗ്രസിലെ എക്കാലത്തെയും ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ പാരമ്പര്യവും അനുഭവവും സമ്പത്തും ജനപിന്തുണയും ഒക്കെ ഉള്ള ആളുകൾ അവർ കോൺഗ്രസിനകത്തെ ജനാധിപത്യ വിരുദ്ധ കുടുംബാധിപത്യ അനുകൂലമായ കൊള്ളരുതായ്മകൾക്കെതിരെ അവർ ശബ്ദിക്കേണ്ടി വരുന്നതിന് കോൺഗ്രസിന്റെ കുഴപ്പമല്ല, അതിന് ബി ജെ പിയെയും ആർ എസ് എസിനെയും നമ്മൾ എന്തിനീ വേദികളിൽ തുറന്നു പറയണം? അത്തരം ആളുകൾ അർഹതപ്പെട്ടവർ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കടന്നു വന്നാൽ അവർക്ക് അർഹതപ്പെട്ട പരിഗണന കൊടുത്ത ഒരു പാരമ്പര്യം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ് ജ്യോതിരാദിത്യ സിന്ധ്യയെ പോലെയുള്ള പരമ്പരാഗതമായി ഒരുപക്ഷെ ജനിച്ച നാൾ മുതൽ കോൺഗ്രസ് സംസ്കാരം പഠിച്ചു വന്ന ഒരാൾ എന്തുകൊണ്ട് കോൺഗ്രസ് ഇവിടെ പറയേണ്ടി വന്നു? പക്ഷെ അത് കോൺഗ്രസ് പറയുന്നത് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യയെ കുറിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടിയത് അദ്ദേഹത്തിന്റെ കൊട്ടാരവും പണവും ഒക്കെ അദ്ദേഹത്തിന് നഷ്ടമാകുമെന്ന പേടി കൊണ്ടാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോയെന്നാണ്. ഇങ്ങനെ ഓരോ കോൺഗ്രസ് നേതാവ് വരുമ്പോഴും അവർക്ക് ഓരോ പേടിയാണ്, അങ്ങനെ പേടിയുള്ളവർക്ക് പോകാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അല്ല, ഇങ്ങനെ ഭയക്കുന്നവർ പൊതുരംഗത്ത് നിൽക്കേണ്ടവരല്ലല്ലോ രാഹുൽ ലാലെ. ഇത്തരം പ്രതിസന്ധികളോട് നേരിടുമ്പോഴല്ലേ നേതൃത്വ ഗുണം ഉണ്ടാകുന്നത്. കോൺഗ്രസിൽ അത്തരം ആളുകൾ ഉണ്ടാവുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? കോൺഗ്രസിൽ അത്തരം ആളുകൾ ഉൾക്കൊള്ളാനുള്ള കഴിവില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം ആളുകളെ സത്യസന്ധത എന്ന് പറയുന്ന ആളുകളെ സംരക്ഷിക്കാനുള്ള കെൽപ്പ് കോൺഗ്രസ് നഷ്ടപ്പെട്ടു എന്നാണ് കോൺഗ്രസ് ഇരുത്തി ചിന്തിക്കേണ്ടത്. അതാണ്. മാത്രമല്ല, ഞങ്ങളൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാഷ്ട്രീയ മാറ്റമൊന്നും ഇല്ലാതെ നമ്മൾ ഈ പറയുന്ന മാതിരി കോൺഗ്രസിലും ബി ജെ പിയിലും സി പി എമ്മിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതല്ലേ. കേരളത്തിൽ തന്നെ നമ്മൾ നോക്കൂ, ടി കെ ഹംസ എക്കാലത്തിൽ കോൺഗ്രസിന്റെ നെടുന്തൂണായിരുന്നു. അദ്ദേഹം മാർക്സിസ്റ്റ് പാർട്ടിയിലേക്ക് എന്ത് വിഷയത്തിലാണ്, ആദർശത്തിന്റെ പേരിലാണെന്ന് നിങ്ങൾ സമ്മതിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല. യൂത്ത് DCCയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്ന താനൂരിൽ ജയിച്ചിപ്പോ നിങ്ങൾ സ്പോർട്സ് മന്ത്രിയാക്കിയ അബ്ദുറഹിമാൻ, അദ്ദേഹം പകല് കോൺഗ്രസും രാത്രി സി പി എമ്മും ആയിരുന്നു എന്ന് എനിക്കറിയില്ല. യൂത്ത് കോൺഗ്രസിനകത്തു നിന്നും അഴിമതിയൊക്കെ ആരോപിച്ച് പുറത്തുപോയ സീനിജൻ, എന്റെ MLA ആയിരുന്ന PT റഹീം, ജലീല്, ഇത്തരം പക്ഷെ ആളുകൾ ഇപ്പോൾ ബി ജെ പിയുമായിട്ടുള്ള ധാരണ കോൺഗ്രസ് എത്രത്തോളം ബി ജെ പിക്ക് സഹായകരമാകുന്ന നിലപാടുകൾ എടുക്കുന്നു എന്നതാണല്ലോ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേരത്തെ ഇവിടെ ചൂണ്ടിക്കാട്ടിയതുപോലെ ബി ജെ പി ബന്ധം വലിയ ചർച്ചാ വിഷയമാണ്. ഇപ്പോഴും കോൺഗ്രസ് അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ തിരുവനന്തപുരത്തെ MG കോളേജിലെ RSSകാരുടെ കേസ് ഒതുക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസ് നേതാവ് ശ്രീ പാലോട് രവി മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലെടുത്ത നടപടികൾ, അതുപോലെ കെ മുരളീധരന്റെ പരാതി, ഇപ്പോൾ AK ആന്റണി പറഞ്ഞ കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ബി ജെ പിക്ക് ഒരു പ്രതീക്ഷ നൽകുന്നതാണോ വോട്ടുകൾ കുറയുമ്പോഴും? അല്ല, അത് വോട്ടുകൾ കുറയുമ്പോൾ കേരളത്തിലും ഭാരതത്തിലും മൊത്തം ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്ന അനുഭവം തന്നെയല്ലേ നമ്മുടെ മുമ്പിലുള്ളത്. വളരെ കൃത്യമായി ഞാൻ ചോദിക്കട്ടെ, അതായത് ശ്രീ ജയേന്ദ്ര മാസ്റ്റർ, കോൺഗ്രസിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ കേരളത്തിലൊക്കെ? അല്ല, കോൺഗ്രസിന് മാത്രമല്ല ലാലെ, ഇടതുപക്ഷത്തിലും ബി ജെ പിക്ക് പ്രതീക്ഷയില്ലേ? എത്രയെത്ര മാർക്സിസ്റ്റ് കുടുംബത്തിൽ നിന്ന് നമ്മുടെ ലോറൻസിനടക്കമുള്ള ആളുകളുടെ ചരിത്രം ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്. ആ തരപ്പെട്ട ആളുകളും ബി ജെ പി തള്ളി പറഞ്ഞിട്ടുണ്ടോ? ഇടതു സഹയാത്രികരെ അൽഫോൺസ് കണ്ണന്താനം ഞങ്ങളുടെ MLA ആയിരുന്ന ആള്, ഒരു കാലത്ത് നിങ്ങളുടെ അത്ഭുത കുട്ടി എന്നറിയപ്പെട്ട അബ്ദുള്ള കുട്ടി, ബംഗാളിലും ത്രിപുരയിലും ഉൾപ്പെട്ട സംസ്ഥാനങ്ങളിൽ എത്ര കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു ബി ജെ പിയിലേക്ക് വരാൻ? പക്ഷെ അബ്ദുള്ള കുട്ടിക്ക് കോൺഗ്രസിൽ പോയിട്ടാണ് ബി ജെ പിയിലേക്ക് വരേണ്ടി വന്നത്. കോൺഗ്രസിൽ നിന്നാണ് ബി ജെ പിയിലേക്കുള്ള യാത്ര സുഗമമായത്. അല്ല, ആ
ആയിരിക്കാം. ഏതായാലും ഇത്തരം ആളുകളുടെ ഉൾക്കൊള്ളാവുന്ന തരത്തിലേക്ക് ആയിരുന്നില്ല CPM എന്നതിന് സൂചനയല്ലേ നമ്മൾ നൽകുന്നത്. ശോഭന ജോർജ് കോൺഗ്രസിലേക്ക് വന്നു, ഷാഹിദ കമാൽ വന്നു, ശിവരാമനെയും ഡോക്ടർ മനോജിനെയും പോലുള്ള ആളുകൾ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. KNA ഖാദർ ഇടപെടുന്ന വലതുപക്ഷത്തേക്ക് മാറി. ഞാൻ സൂചിക്കുന്നത് ഇത്തരത്തിലുള്ള സംഭവങ്ങളെ നമ്മൾ കാണേണ്ടത് കാലത്തിൻ്റെതായ രാഷ്ട്രീയ വെല്ലുവിളികളെ നേരിടാൻ പ്രസ്ഥാനം പരാജയപ്പെടുമ്പോൾ, അത്തരം ആളുകളെ ഉൾക്കൊള്ളാൻ നേതൃത്വം മടിക്കുമ്പോൾ, കോൺഗ്രസ് പോലുള്ള പ്രസ്ഥാനത്തിൽ ജനാധിപത്യം അസ്തമിക്കുമ്പോൾ, കാര്യപ്രാപ്തിയുള്ള നേതാക്കന്മാർ അംഗീകാരം കിട്ടാതാകുമ്പോൾ അംഗീകരിക്കപ്പെടുന്ന പ്രസ്ഥാനത്തിലേക്ക് അവർ ചേർക്കുന്നത് സ്വാഭാവികം. ഞാൻ തിരിച്ചു വരാം ശ്രീ ജയചന്ദ്രൻ മാഷ്, ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര, ഇപ്പോ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യത്തെ ഇവിടെ നേതാക്കൾ ഈ ചർച്ചയിൽ പറഞ്ഞത് താങ്കൾ വിലയിരുത്തി കാണുമല്ലോ. ഒരു നേതാക്കളായിട്ടുള്ള ഏതെങ്കിലും കോൺഗ്രസ്സുകാർ BJPയിലേക്ക് പോകുന്നതിനെ ആണ് നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായി എടുക്കുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ ജനം മുഴുവൻ തഴഞ്ഞ് ഒരു രാഷ്ട്രീയ മാറ്റമുണ്ടാക്കി BJPക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലല്ലോ. കോൺഗ്രസിൽ നിന്നുള്ള നേതാക്കൾക്ക് പണം കൊണ്ടോ മറ്റേതെങ്കിലും ഓഫറുകൾ കൊണ്ടോ വരുന്ന മനം മാറ്റത്തെ ഏത് രീതിയിലാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്? BJP അതിനെ എങ്ങനെ കാണുന്നു? രാഷ്ട്രീയ നിരീക്ഷകർ എങ്ങനെ വിലയിരുത്തുന്നു? അതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോഴുള്ളത്. താങ്കൾ എങ്ങനെ കാണുന്നു? ലാൽ, ഇത് കോൺഗ്രസ് ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയുടെ ആഴമാണ്. എത്ര അഗാധമായ പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നതിന്റെ നിദർശനമാണ് രാഹുൽ ഗാന്ധി ഇന്ന് പറഞ്ഞത്. അതായത് ചുരുക്കി പറഞ്ഞാൽ അതിന്റെ ഒരു ക്രക്സ് എടുത്തു കഴിഞ്ഞാൽ RSSകാരൊക്കെ കോൺഗ്രസിൽ നിന്നും പോയി BJPയിൽ ചേരണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാസ്തവത്തിൽ സാമാന്യമായി ചർച്ചകളിലൊക്കെ വളരെ ഞാനൊരു ജെന്റിൽമാൻ ഡിബേറ്റർ എന്നുള്ള രീതിയിൽ ഇപ്പോഴും കണക്കാക്കുന്ന ശ്രീ ഷുക്കൂർ തുടക്കത്തിൽ തന്നെ ക്ഷുഭിതനായതിന്റെ ഒരു കാരണം പോലും അദ്ദേഹത്തിന് ഈ പ്രതിസന്ധിയുടെ ആഴം എത്രത്തോളമാണെന്ന് അറിയാം. പക്ഷെ കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതിനെ എങ്ങനെ നേരിടണം എന്നറിയാത്തതാണ്. ഇത് കോൺഗ്രസ് എത്തിപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യയശാസ്ത്ര പ്രതിസന്ധിയുടെ, നയപരമായ പ്രതിസന്ധിയുടെ ഭാഗമായിട്ടാണ്. വാസ്തവത്തിൽ കോൺഗ്രസിൽ ദേശീയ വിമോചന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി കോൺഗ്രസ് ഉണ്ടാവുകയും കോൺഗ്രസ് മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ഹിന്ദുത്വ വലതുപക്ഷത്തിന്റെ വിവിധ ധാരകൾ കോൺഗ്രസിൽ ഉണ്ടാവുകയും അവ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നടക്കുകയും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. നമ്മളിത് ഇപ്പൊ തിലകൻ പ്രതിനിധീകരിച്ചിരുന്ന ഒരു ധാരയുണ്ട്. ഒരു ഹിന്ദുത്വത്തിന്റെ ഒരു ചില പ്രതീകാത്മകമായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണ് തിലകൻ പലപ്പോഴും ദേശീയ വിമോചന പ്രസ്ഥാനത്തിൽ ഇടപെടുകയും ബ്രിട്ടീഷ് രാജിനെതിരെ പോരാടുകയും ചെയ്യുന്നതിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഗാന്ധിയുടെ ഇതിൽ നിന്നും വിഭിന്നമായ ഒരു മാർഗമായിരുന്നു. അതുകൊണ്ടാണ് ഗാന്ധി നമ്മൾ ഇപ്പോ ഈ പറയുന്ന ഹിന്ദുത്വവാദികളെ പോലുള്ള അല്ലെങ്കിൽ തിലകനെ പോലുള്ള ഒരാളായിരുന്നില്ല എന്ന് നാം കാണുന്നത്. ഗാന്ധിയോട് നമുക്ക് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ഗാന്ധിയുടേത് ഈ ഹിംസാത്മകമായ അപരനെ ശത്രുവാക്കുന്ന തരത്തിലുള്ള വിദ്വേഷത്തിന്റെയോ വെറുപ്പിന്റെയോ തരത്തിലുള്ള ഒരു മതബോധമായിരുന്നില്ല, ഒരു റിലീജിയോസിറ്റി ആയിരുന്നില്ല ഗാന്ധിയുടേത്. ഇത്തരം ഒരു വൈരുദ്ധ്യം കോൺഗ്രസിൽ ഉണ്ടായിരുന്നു. അത് ശേഷമുണ്ടായത്, ഗാന്ധിക്ക് ശേഷമുണ്ടായ ഒരു കാലത്ത് ഗാന്ധി തന്നെ KM മുൻഷിയെ പോലുള്ള ഗുജറാത്തിൽ നിന്നുള്ള ഗുജറാത്തി ബ്രാഹ്മണനായ KN മുൻഷിയെ പോലുള്ള ഒരു നേതാവിനെ കോൺഗ്രസിൽ നിന്നും താങ്കൾ രാജിവെക്കണമെന്ന് ഗാന്ധിക്ക് മുൻഷിയോട് പറയേണ്ടി വന്നതിന്റെ കാരണം അഖണ്ഡ ഭാരതം എന്നുള്ളൊരു കൺസെപ്റ്റും ഹിംസാത്മകമായ ഒരു സാമൂഹ്യ ജീവിതത്തെ മുൻനിർത്തുന്ന, ഒരു മതജീവിതത്തെ മുൻനിർത്തുന്ന അഖാഡകളുടെ സ്ഥാപനവും ഒക്കെ നടത്തിയപ്പോഴാണ് KM മുൻഷിയോട് ഗാന്ധി പറഞ്ഞത് നിങ്ങൾ കോൺഗ്രസ് നിന്ന് രാജിവെക്കണമെന്ന്. പിന്നീട് മുൻഷി കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയിലും സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള കോൺഗ്രസിലും ഈ ഹിന്ദുത്വ ട്രഡീഷണലിസ്റ്റുകൾ, ഹിന്ദു ദേശീയവാദികൾ എന്നല്ല, ഹിന്ദു പാരമ്പര്യവാദികൾ, സാമ്പ്രദായികവാദികൾ എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞരൊക്കെ പറയുന്ന ഈ ഹിന്ദു ട്രഡീഷണലിസ്റ്റുകളുമായിട്ട് നെഹ്റു നടത്തിയ അതിവിപുലമായൊരു പോരാട്ടം നമുക്കെല്ലാം അറിയുന്നതാണ്. ഇതിന് അന്ന് നെഹ്റുവിന് നേരിടേണ്ടി വന്നവര് നിസ്സാരക്കാരായിരുന്നില്ല. പട്ടേൽ തുടങ്ങി പുരുഷോത്തം ദാസ് ടണ്ടനും KM മുൻഷിയും അടക്കമുള്ളവരെ നെഹ്റു ഇക്കാര്യത്തിൽ നേരിട്ട് തന്നെയായിരുന്നു എതിർക്കുന്നത്. 1950 പുരുഷോത്തം ദാസ് ടണ്ടൻ കോൺഗ്രസ് പ്രസിഡന്റ്ഷിപ്പിലേക്ക് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരായി നിന്നത് നെഹ്റുവിന്റെ കൂടി ആശീസ്സുകളോട് നിന്ന JB കൃപലാനിയായിരുന്നു. പ്രമോദ് പുഴങ്കര, ഒരുപക്ഷെ അത്തരം സൈദ്ധാന്തികമായ ഒരു ചർച്ചയ്ക്കോ ഒരു തർക്കത്തിനോ ഇന്ന് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിക്ക് എത്രത്തോളം കെൽപ്പുണ്ട് എന്നുള്ളത് നമുക്കൊന്നുകൂടെ പരിശോധിക്കേണ്ടി വരും. ആ നിലയ്ക്ക് താങ്കൾ ഇപ്പോൾ പറഞ്ഞു വന്ന ഈ ഒരു പരിണാമത്തിൽ ഈ ഘട്ടത്തിൽ കോൺഗ്രസ് ഇപ്പോൾ എത്തി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ കോൺഗ്രസിൽ
ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ ആ പ്രത്യയശാസ്ത്രമാണ് കോൺഗ്രസിൻ്റേതെങ്കിൽ, അതായത് ഭയമുള്ളവർക്ക് പോകാം, ധീരന്മാർക്ക് മാത്രം ഇവിടെ നിൽക്കാമെന്നതാണ് കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രം എന്നത് ബി ജെ പിയോടുള്ള ഭയമാണ്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര പേർക്ക് പോകാൻ അവിടെ ഇടമുണ്ട്, എത്ര പേർ പോകേണ്ടതുണ്ട്, എത്ര പേർ തിരിച്ചതിലേക്ക് എത്തേണ്ടതുണ്ട്? താങ്കൾ കാണുന്നത് എന്താണ്? തീർച്ചയായും ലാൽ, ഞാൻ അതിലേക്കാണ് വന്നത്. കാരണം അതായത് കോൺഗ്രസ് അഭിമുഖീകരിക്കുന്ന ഈ പ്രതിസന്ധി അത് ചരിത്രപരമായുള്ള ഒന്ന് തന്നെയാണ് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ധൈര്യത്തിന്റെയും അല്ലെങ്കിൽ വലിയ അടിക്കാർക്കൊക്കെ ഇവിടെ നിൽക്കാം, ദുർബലർക്കൊക്കെ BJP-യിൽ പോകാം എന്നുള്ള മട്ടിലല്ല നമ്മൾ അതിനെ കണ്ട്. കോൺഗ്രസിൽ നിന്നും പോയവര് ഇപ്പൊ ഇവിടെ പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി പറയുന്ന പോലെ നിസ്സാരമല്ല പ്രശ്നം. ആരൊക്കെയാണ് കോൺഗ്രസിൽ നിന്ന് പോയത്? മുൻ മുഖ്യമന്ത്രിമാരായിട്ടുള്ള വിജയ് ബഹുഗുണയെ പോലെ കോൺഗ്രസിന്റെ മുൻ മുഖ്യമന്ത്രിമാർ. ND തിവാരി കോൺഗ്രസിൽ ചേർന്ന ആളാണ്, SM കൃഷ്ണ കോൺഗ്രസിൽ ചേർന്ന ആളാണ്. ഇങ്ങനെ ഇപ്പൊ ജിതിൻ പ്രസാദയും ജ്യോതിരാദിത്യ സിന്ധ്യയും കോൺഗ്രസിൽ നിന്ന് പോകുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് രാജസ്ഥാനിൽ ഇപ്പോഴും സച്ചിൻ പൈലറ്റ് നിൽക്കുന്നത്. എന്തിന്? കേരളത്തിലെ ഇപ്പോഴത്തെ പുതിയ കോൺഗ്രസിന്റെ താരോദയം എന്ന് വിശേഷിപ്പിക്കുന്ന K. സുധാകരൻ പോലും എന്താ പറഞ്ഞത്? BJP-യിൽ പോകുമെന്ന് പറഞ്ഞപ്പോൾ വേണ്ടി വന്നാൽ ഞാൻ അത്തരമൊരു സന്ദർഭത്തിൽ ഞാനത് പരിഗണിക്കും എന്ന് പറഞ്ഞ ആളാണ് ഇന്ന് കോൺഗ്രസിന്റെ രക്ഷകനായിട്ട് പോലും അവതരിക്കുന്നത്. ഇതൊരു വലിയ ഗതികേടാണ്. 1986-ൽ രാജ്യത്ത് ഹിന്ദുത്വ ഭീകരവാദം ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിൽ ഹിന്ദുത്വത്തെ പ്രീണിപ്പിക്കുന്നതിന് വേണ്ടി അന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ പിതാവ് കൂടിയായിരുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ബാബറി മസ്ജിദിന്റെ വാതിലുകൾ തുറന്നു കൊടുക്കുകയും ശിലാന്യാസത്തിന് അനുമതി കൊടുക്കുകയും ചെയ്തൊരു കാലഘട്ടത്തിൽ കൂടിയാണ് BJP-യും സംഘപരിവാറും ഇവിടെ വളർന്നത്. ആ വളർച്ചയുടെ ഒരു പരിണാമം കൂടിയാണ് നമ്മളിപ്പോ കാണുന്നത്. ഈ രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? ഗുജറാത്തിലും കർണാടകത്തിലും മധ്യപ്രദേശിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ, നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ കോൺഗ്രസ് BJP-യെക്കാളും ഹിന്ദുത്വവാദികളാണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി ക്ഷേത്ര സന്ദർശനങ്ങളുടെ ഒരു പരമ്പര തന്നെയായിരുന്നു അവർ നടത്തിയത്. പ്രിയങ്ക ഗാന്ധി ഗംഗാസ്നാനം നടത്തുകയായിരുന്നു ചെയ്തത്. ഞാൻ പറഞ്ഞത് ഇന്നത്തെ നിലയിൽ കോൺഗ്രസിന് ഇതിനെ നേരിടാനുള്ള യാതൊരു വിധത്തിലുള്ള ശേഷിയുമില്ല എന്ന് മാത്രമല്ല കോൺഗ്രസ് അത് തിരിച്ചറിയുന്നില്ല എന്ന് കൂടിയാണ്. അതാണ് ശ്രീ ഷുക്കൂർ ഇവിടെ പറഞ്ഞതിൽ ഒരു അപകടം. അവര് മൈതാനത്ത് അവരാരോടാണോ കളിക്കുന്നത് അവരുടെ ഗോൾ പോസ്റ്റിലേക്കല്ല ഗോൾ അടിക്കാൻ ശ്രമിക്കുന്നത്, മറിച്ച് മറ്റൊരു മൈതാനത്തുള്ള CPIM-ന്റെ ഗോൾ പോസ്റ്റിലേക്ക് ഗോൾ അടിക്കാനാണ് ശ്രമിക്കുന്നത്. ഇവിടെ ചാക്ക് കണക്കിന് ഗോളുകളാണ് അവർ വാങ്ങിക്കൂട്ടുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. ഒരു ഒറ്റ കാര്യം കൂടി പറയണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ BJP-യെ വെറുതെ വിട്ടു പോകുന്ന മട്ടിലുണ്ടാവും. BJP പ്രതിനിധി ഇവിടെ പറഞ്ഞ പോലെ വളരെ നിസ്സാരമായിട്ട് TK ഹംസ ഇവിടേക്ക് വന്നു, KT ജലീൽ ഇവിടേക്ക് വന്നു, ഒരാൾ അങ്ങോട്ട് പോയി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല BJP നടത്തുന്നത്. ഇന്ത്യയിലെ ജനാധിപത്യ സ്ഥാപനങ്ങളെയും തെരഞ്ഞെടുപ്പിനെയും എല്ലാം ഒരു തരത്തിൽ തീർത്തും അർത്ഥശൂന്യമാക്കിക്കൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുന്ന MLA-മാരെ, ഗോവയിലൊക്കെ 19 MLA-മാരിൽ ഇവിടെ ഷിജു ഖാൻ പറഞ്ഞ പോലെ 15 MLA-മാരെയാണ് വിലക്ക് വാങ്ങിയത്. നോർത്ത് ഈസ്റ്റിൽ, കർണാടകയിൽ, മധ്യപ്രദേശിലെല്ലാം പണം കൊടുത്തും മറ്റ് പ്രലോഭനങ്ങൾ നൽകിയും ആദായ നികുതിയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിന്റെയും CBI-യുടെയും ഒക്കെ വിലങ്ങുകൾ കാണിച്ച് ഭയപ്പെടുത്തിയും തെരഞ്ഞെടുപ്പിനെയും ജനാധിപത്യത്തിനെയും ഒക്കെ വെറും നോക്കുകുത്തിയാക്കി മാറ്റുന്ന BJP-ക്കാർ അവർ കോൺഗ്രസിനെ വേട്ടയാടുന്ന ഇത്തരത്തിലാണ് എന്ന് മാത്രം. BJP-ക്ക് വാസ്തവത്തിൽ ഇത്തരത്തിലൊരു ചർച്ചയിൽ ജനാധിപത്യപരമായി പങ്കെടുക്കാനുള്ള അർഹത പോലുമില്ല എന്നുകൂടി. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ A. ഷുക്കൂർ, വളരെ പ്രധാനപ്പെട്ട ഒരു അക്കാഡമിക് തലത്തിൽ നിൽക്കുന്ന ഗൗരവമായി കാര്യങ്ങളെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ചർച്ചയായിട്ടാണ് ഇതിനെ ഇപ്പോൾ ഇതുവരെ എനിക്ക് വിലയിരുത്താൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ആദ്യ റൗണ്ടിൽ താങ്കൾക്ക് പറയാൻ ബാക്കി വെച്ച ചില കാര്യങ്ങൾ ഇവിടെ താങ്കൾക്ക് പറയാൻ സാധിച്ചേക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ ശ്രീ പ്രമോദ് പുഴങ്കര ഒന്ന് സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈ ഗോൾ പോസ്റ്റിൽ അല്ലെങ്കിൽ മൈതാനത്ത് നമ്മുടെ എതിരാളികൾ ആരാണെന്ന് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയുള്ള ഉത്തരം താങ്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ തീർച്ചയായും എന്താണ് പറയേണ്ടതെന്നുള്ളത് എനിക്ക് പറയാൻ സാധിക്കില്ല. CPM-നെ നിങ്ങൾക്ക് എതിർക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് കോൺഗ്രസ് BJP-യെ എങ്ങനെ എതിർക്കുന്നു എന്നാണ്. രാഹുൽ ഗാന്ധി ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ്. അല്ല ലാലെ, ഈ ചർച്ചയിൽ ഞാൻ ഒരാളും മറുഭാഗത്ത് ഒറ്റക്കെട്ടായി 3 പേര്, ലാൽ ഉൾപ്പെടെ 4 പേരാണ്. ലാൽ ഉൾപ്പെടെ 4 പേര്. ആ 4 പേരോടും വ്യക്തമായും മറുപടി പറയാനുള്ള സമയം എനിക്ക് തരണം. ഒരു സംശയം വേണ്ട. ഇവിടെ പുഴങ്കര വളരെ വളരെ ഗൗരവത്തിൽ ഹിന്ദുത്വവാദത്തെക്കുറിച്ചൊക്കെ വളരെ വാചാലനായി സംസാരിച്ചു. കോൺഗ്രസ് ആണ് ഹിന്ദുത്വവാദത്തിൻ്റെ.
ഇന്ത്യ രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് ഹിന്ദു മഹാസഭയുമായി തുടങ്ങിയുള്ള ബന്ധം, അതിന് ഞാൻ പേര് പറയുന്നില്ല, കേരളത്തിലെയും കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാർ എത്രമാത്രം അതിനെയൊക്കെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് പറയണോ? ഏതെല്ലാം ഘട്ടങ്ങളിൽ അത് മഹാത്മാഗാന്ധിയുടെ ആ നേതൃത്വത്തിലുള്ള വലിയ പോരാട്ടത്തിൻ്റെ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് വരുമ്പോൾ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടം എടുത്താൽ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടം എടുത്താൽ, രാജീവ് ഗാന്ധിയുടെ കാലഘട്ടം എടുത്താൽ, എവിടെയായിരുന്നു ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കൾ? വലിയ വാദങ്ങൾ പറയുന്ന ബാബറി മസ്ജിദിൻ്റെ കോൺഗ്രസിൽ ഞങ്ങൾ വർഗീയതയെയാണ് എതിർക്കുന്നത്, വിശ്വാസത്തെ എതിർക്കുന്നില്ല. ഈശ്വര വിശ്വാസം, അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രൈസ്തവനായാലും അവൻ്റെ വിശ്വാസങ്ങളെ മുറുകെ പിടിക്കാനും അതിനോടൊപ്പം നിൽക്കാനും അവിടെ ഒരു വലിയ വിഭാഗീയത ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിക്കാനും കോൺഗ്രസ് പോയിട്ടില്ല. ബി.ജെ.പിയിൽ ആളുകൾ ചേരുന്നത് വിശ്വാസം കൊണ്ടാണോ? ഞാനൊന്ന് പറയട്ടെ ബി.ജെ.പിയെ കേരളത്തിലും ഇന്ത്യയിലും എതിർക്കുന്ന ഒന്നാമത്തെ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ബാക്കിയെല്ലാം അനുരഞ്ജനമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ലാല് പറഞ്ഞതിന് ഇപ്പോൾ മറുപടി പറയുക. ഈ ഏറ്റവും ഒടുവിൽ ഡൽഹി സന്ദർശനത്തിലും വിട്ടുവീഴ്ച, സമവായം, അനുരഞ്ജനം, രണ്ട് കേസുകളും, കൊടകര കേസും അവസാനിപ്പിക്കണം, ലാവിൽ കേസും അവസാനിപ്പിക്കണം, മറ്റ് സ്വർണ്ണക്കള്ളക്കടത്തും അവസാനിക്കണം. ഇതിൻ്റെ എല്ലാം കുറ്റപത്രം വരാൻ പോകുന്നല്ലോ. പ്രതികളില്ലല്ലോ ബി.ജെ.പിയുടെ ആരും വരാൻ പോകുന്നില്ല. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നതിലേക്ക് വരാം. 77-ൽ നിങ്ങൾ RSSുമായി കൂട്ടിച്ചേർന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, മാർക്സിസ്റ്റ് പാർട്ടി. പക്ഷെ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിനകത്ത് 3 അംഗങ്ങളുണ്ടെങ്കിൽ 2 പേർ CPM-ൻ്റെത് ഞങ്ങളുടെ പിന്തുണയോടുകൂടി ജയിച്ചു വന്നവരാണ്. ബി.ജെ.പി എതിർക്കാൻ ഒരാളെ ജയിച്ചു വന്നത് ഞങ്ങൾ പരാജയപ്പെടുത്തിയിട്ടാണ്. ഒരാൾ, അത് കേരളത്തിൽ നിന്നാണ്. ഈ പശ്ചിമ ബംഗാളിലെ ശ്രീ ഷുക്കൂർ, എനിക്ക് ഇടയ്ക്ക് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ശത്രു ബി.ജെ.പി ആണോ CPM ആണോ? ആ കാര്യം പറയട്ടെ. CPM-ന്റെ ഈ കാപട്യമുണ്ടല്ലോ, അതൊന്ന് തുറന്നു കാണിക്കണ്ടേ? ഈ വഞ്ചനയുണ്ടല്ലോ, തുറന്നു കാണിക്കണ്ടേ? കാരണം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ കേരളത്തിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയെ ആക്ഷേപിക്കണം. രാഹുൽ ഗാന്ധി പ്രതിസന്ധിയിലാണെന്ന് വരുത്തണം കേരളത്തിൽ രക്ഷപ്പെടാൻ. പക്ഷേ ഒരു സംശയം വേണ്ട ലാലേ, കാലാന്തരത്തിൽ നിങ്ങൾ കണ്ടോളൂ, കോൺഗ്രസിനെ എല്ലാ കാലത്തും കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞ് ഇല്ലാതാക്കാൻ നിങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മാർക്സിസ്റ്റ് പാർട്ടിയും ബി.ജെ.പിയും ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലും മാർക്സിസ്റ്റ് പാർട്ടി അതിന് കൂട്ടുനിന്നിട്ടുണ്ട്. കോൺഗ്രസ് മുക്ത ഭാരതം ആകരുത് എന്നാണ് CPM ആഗ്രഹിക്കുന്നത് എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതാണ് CPM-ന്റെ പോലും ആഗ്രഹം. പക്ഷേ എന്റെ അവസരത്തിൽ ഞാൻ പറയട്ടെ, ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട ചോദ്യം ഈ ബി.ജെ.പിയുമായിട്ടുള്ള ധാരണ, തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബി.ജെ.പിയുമായിട്ടുള്ള ധാരണ നിങ്ങളുടെ മേൽ ആരോപണമായി നിൽക്കുമ്പോ ആ ബി.ജെ.പി ധാരണ ഇല്ല എന്നും അങ്ങനെ ഉണ്ടാക്കിയവർ ഉണ്ടെങ്കിൽ അവരെ പുറത്താക്കുമെന്നും നിങ്ങൾക്ക് കാണിക്കാനുള്ള അവസരമാണിത്. ഞങ്ങളുടെ പേരിൽ ആരോപണമില്ല. ഞങ്ങൾ ബി.ജെ.പിക്കെതിരാണ്. ബി.ജെ.പിയാണ് ഞങ്ങൾ 1-ാം നമ്പർ ശത്രു. കേരളത്തിൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബി.ജെ.പിയെ സഹായിക്കുന്ന ഘടകമായി പ്രവർത്തിച്ചതിന്റെ ഗുണഭോക്താവാണ് പിണറായി വിജയൻ. ഞങ്ങളത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട്. വോട്ടുകൾ എണ്ണി തണിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾ 77-ലും ഇതാരും കാണിച്ചു, 89-ൽ നിങ്ങൾ അത്താഴ വിരുന്ന് നടത്തിയവരാണ്. ആരുടെ കൂടെ? LK അദ്വാനിയുടെയും വാജ്പേയിയുടെയും വലിയൊരു ആരോപണം ഈ ചർച്ചയിൽ ഉണ്ടായത് ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും ജിതിൻ പ്രസാദിന്റെയും പാതയിൽ കാത്തുനിന്ന ആളാണ് കെ സുധാകരൻ എന്നാണ്. കെ സുധാകരൻ അങ്ങനെ ബാർഗൈൻ ചെയ്ത് നിന്നയാളാണ് എന്നാണ്. സുധാകരന്റെ മുൻപിലെ മറുപടിക്ക് നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാൻ കഴിഞ്ഞില്ല. കെ സുധാകരൻ അത്രമാത്രം അഭിമാനബോധത്തോടു കൂടി തൻ്റെ നിലപാടുകളും തൻ്റെ ആ വിശ്വാസവും
തറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ആളാണ്. നിങ്ങൾക്ക് സുധാകരനെ പരാജയപ്പെടുത്താനോ അല്ലെങ്കിൽ അങ്ങനെ പോരടിച്ച് അദ്ദേഹത്തിനെ കീഴ്പ്പെടുത്താനോ ആകില്ല. ശരി, അങ്ങനെയാണെങ്കിൽ കെ സുധാകരന് ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. അദ്ദേഹം BJP-യെ എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ സ്വപ്നം പൂവണിയിക്കാൻ കിട്ടിയ ഒരു അവസരം അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കണ്ടേ? അതായത് ഈ BJP-യുമായി ധാരണയുണ്ടാക്കിയ ആളുകൾ എന്ന് പറയുന്ന ആളുകളെ കുറിച്ചുള്ള പോസ്റ്ററുകൾ KPCC ഓഫീസിന് മുമ്പിൽ വന്നതാണല്ലോ. തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് തമ്പാനൂർ രവിയുടെയും VS ശിവകുമാറിന്റെയും ഒക്കെ പേരിലുള്ള പോസ്റ്ററുകൾ ഉണ്ടായിരുന്നതാണല്ലോ. അതിനെതിരെയുള്ള നടപടി ഉണ്ടാകുമോ? അതുപോലെ ശ്രീ AK ആന്റണി ചൂണ്ടിക്കാട്ടിയ, K മുരളീധരൻ ചൂണ്ടിക്കാട്ടിയ BJP-യിലേക്ക് കോൺഗ്രസിൽ നിന്ന് വോട്ട് ചോരുന്ന കാര്യങ്ങൾ അന്വേഷിക്കുമോ? നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ഞങ്ങൾ പറയുന്നത് കേൾക്കൂ. എത്രയോ പോസ്റ്ററുകൾ ഇതുപോലെ BJP CPM ബാന്ധവം, BJP SDPI CPM ബാന്ധവം രക്തസാക്ഷി മണ്ഡപങ്ങളിൽ പോലും വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ പുന്നപ്രയിൽ വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ മറ്റു പലയിടത്തും വന്നിട്ടുണ്ട്. ഞങ്ങൾ ഇത് ചൂണ്ടിക്കാണിക്കണമോ? 69 സ്ഥലങ്ങളിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ബാന്ധവം ഞങ്ങൾ പുറത്തു കൊണ്ടുവന്നു, വോട്ടും എണ്ണി കാണിച്ചു കൊടുത്തു. അതിനു മുമ്പ് മുൻകൂർ ജാമ്യം എടുക്കാനാണ് പിണറായി ശ്രമിച്ചത്. നിങ്ങളുടെ മേൽ ഏറ്റവും വലിയ കളങ്കമായി നിൽക്കുന്നതാണ് ഈ MG കോളേജിലെ RSSകാരുടെ പേരിലുള്ള കേസ് പിൻവലിക്കാൻ ശ്രീ പാലോട് രവി എന്ന കോൺഗ്രസ് നേതാവ് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തത്. അതിന്റെ പേരിൽ കേസ് പിൻവലിച്ചത് ഇപ്പോഴും നിങ്ങൾക്ക് ഒരു തീരാ കളങ്കമാണത്. ഒരു കളങ്കവും ഇല്ല. MG കോളേജിലെ വിദ്യാർത്ഥി സംഘടനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്തരം കാര്യങ്ങളെക്കാൾ വലിയ സംഭവങ്ങൾ ഇവിടെ ഇല്ലേ രാജ്യത്ത്? ഇത് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അതിനെ അങ്ങനെയാണ് MG കോളേജിലെ സംഭവമാണോ ഈ കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ടത്? അത് തന്നെ. ആ കോളേജ് വിദ്യാഭ്യാസം ആ കാലഘട്ടത്തിൽ കലാപകലുഷിതമായ അന്തരീക്ഷം ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തിയിട്ടുണ്ടാകാം. അതിൽ ചിലപ്പോൾ നിലപാടുകൾ എടുത്തിട്ടുണ്ടാകാം. പക്ഷേ അത് അത്താഴവിരുന്ന് കേന്ദ്രത്തിൽ ഡൽഹിയിൽ EMS-ഉം ഹർകിഷൻ സിംഗ് സുർജിത്തും വാജ്പേയിയും LK അദ്വാനിയും കൂടി നടത്തിയതുപോലെ അല്ല. പക്ഷേ ഇങ്ങനെയുള്ളവരെയൊക്കെ ചേർത്താണ് ശ്രീ AK ആന്റണി പറഞ്ഞത് പകൽ കോൺഗ്രസ് രാത്രി BJP എന്നുള്ളത്. നിങ്ങൾ ഇപ്പോഴും രാഹുൽ ഗാന്ധി പറഞ്ഞതിനെ മുഖവിലേക്ക് എടുക്കുന്നുണ്ടെങ്കിൽ കെ സുധാകരൻ വന്ന പുതിയ താരോദയം എന്ന് ഇപ്പോൾ പ്രമോദ് പുഴങ്കര ചൂണ്ടിക്കാട്ടിയതുപോലെ കോൺഗ്രസിനെ രക്ഷിക്കാൻ നിൽക്കുമ്പോൾ നടപടി എടുത്ത് കാണിക്കേണ്ടതാണ്. ശ്രീ ഷുക്കൂർ, പെട്ടെന്ന് മറുപടി. ഈ പുഴങ്കരയെ പോലുള്ളവർ പറയുന്നതിന് മറുപടിയില്ല. കാരണം ഇങ്ങനെ അവസരവാദപരമായി പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾക്ക് നിലപാടുള്ള പാർട്ടിയാണ്, പ്രത്യയശാസ്ത്രമുള്ള പാർട്ടിയാണ്, ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഞങ്ങൾ ഈ രാജ്യത്തെ ജനാധിപത്യം അത് തെളിയിക്കേണ്ടത് ഇത്തരം ഘട്ടങ്ങളിലല്ലേ? ഇത്തരം ഘട്ടങ്ങളിലല്ലേ 2-3 കേസുകൾ താങ്കളുടെ മുമ്പാകെ വെച്ചു. കെ സുധാകരന്റെ KPCC നടപടി എടുക്കുമോ എന്നാണ് ചോദ്യം. അത് ഉറപ്പിച്ചു പറയാൻ താങ്കൾക്കാകുന്നില്ല. ഞാൻ തിരിച്ചു വരാം. ജനാധിപത്യത്തെ സംരക്ഷിക്കാനാണ്. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ഷിജു ഖാൻ, ഈ രീതിയിലാണ് മറുപടി എങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ CPM-നെ എതിർത്ത് ചർച്ചകളിൽ മുന്നോട്ട് പോവുക എന്നതിനപ്പുറം പഴയ പല്ലവി തന്നെ തുടരും എന്ന് അല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ ശ്രീ ഷുക്കൂർ ഇവിടെ പറഞ്ഞത് പ്രമോദ് പുഴങ്കരയ്ക്കൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടതെന്നാണ്. അദ്ദേഹം ഓർമ്മിക്കേണ്ട കാര്യം, ഈ ചോദ്യം ചോദിച്ച കുട്ടിയെ നിങ്ങൾക്ക് അടിച്ചിരുത്താം, നിങ്ങൾക്ക് നിശബ്ദനാക്കാം, പക്ഷേ ചോദ്യത്തെ നിങ്ങൾക്ക് നിരാകരിക്കാൻ പറ്റില്ല. ചോദ്യം അന്തരീക്ഷത്തിലുണ്ടാവും. RSSും BJP-യുമായിട്ട് രൂപാന്തരപ്പെടുന്ന കോൺഗ്രസ് അത് ഒരു വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. സാധാരണ കോൺഗ്രസ് നേതാക്കന്മാരല്ല പോകുന്നത്. ഇപ്പോൾ KPCC-യുടെ നേതാക്കന്മാരായിരിക്കുന്നവർ, AICC-യുടെ നേതാക്കന്മാരായിരിക്കുന്നവർ, മുൻ മുഖ്യമന്ത്രിമാർ ശ്രീ ശങ്കർ സിംഗ് വഘേലയെ പോലെ, ശ്രീ SM കൃഷ്ണയെപ്പോലെ, നാരായണ റാണയെപ്പോലെ, വിജയ ബഹുഗുണ ജോഷിയെപ്പോലെ, റീത്ത ബഹുഗുണ ജോഷിയെപ്പോലെ സമാദരണീയരായി കോൺഗ്രസ്സുകാർ ഈ രാജ്യത്ത് ആഘോഷിച്ചവർ, അവരാണ് കൂടാരത്തിലേക്ക്, BJP-യുടെ കൂടാരത്തിലേക്ക് പോകുന്നത്. CPIM-നെതിരായി അദ്ദേഹം കുറച്ച് ആരോപണങ്ങൾ ഉന്നയിച്ചു. അപ്പോൾ CPIM രാജ്യത്തെ പൊതുശത്രുവായി RSSനെ, BJP-യെ ആശയപരമായി കണ്ടുകൊണ്ടുള്ള നിലപാടാണ് രാജ്യത്തെമ്പാടും സ്വീകരിക്കുന്നത്. അങ്ങനെ എടുക്കുന്ന നിലപാട് RSSനും BJP-ക്കും എതിരായതുകൊണ്ടാണല്ലോ
അവരുടെ പ്രഖ്യാപിതമായ ശത്രുക്കളുടെ പട്ടികയിൽ ഇടതുപക്ഷ രാഷ്ട്രീയവും ഇടതുപക്ഷ ഗവൺമെൻറ്റും ഉണ്ട്. അവർ കുൽസിതമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇനി അദ്ദേഹം ശ്രീ ഷുക്കൂർ ഇവിടെ പറയുണ്ടായി കേരളത്തിലെ വിവിധ സീറ്റുകളിൽ BJPയും CPIMുമായി കൈകോർത്തുവെന്ന്. പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകർക്കെങ്കിലും അങ്ങയുടെ വാക്കുകൾ കേട്ടാൽ അവരെയെങ്കിലും വിശ്വസിപ്പിക്കാൻ അങ്ങക്ക് എന്തെങ്കിലും പറയാൻ സാധിക്കണ്ടേ? ഈ നാട്ടിലെ മാന്യന്മാരായ കോൺഗ്രസിന്റെ പ്രവർത്തകരെങ്കിലും അങ്ങ് പറഞ്ഞത് വിശ്വസിക്കുമോ? ഇടതുപക്ഷ രാഷ്ട്രീയം നേരിട്ടതാരെയാണ് ഈ രാജ്യത്തെ BJPക്കെതിരായിട്ട് അതിശക്തമായ നിലപാടാണ് എടുക്കുന്നത്. നിങ്ങൾ കാശ്മീരിനെ വിഭജിക്കുന്ന നിലപാടെടുത്തപ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ സമീപനം എന്താ? കാശ്മീരിൽ നിന്ന് രാജ്യസഭാംഗം ശ്രീ ഗുലാം നബി ആസാദിനെ പോലുള്ളവർക്ക് രാജ്യസഭയിലേക്ക് വരാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാ? അവിടുത്തെ സംസ്ഥാന നിയമസഭ തന്നെ പിരിച്ചുവിട്ടു. ആ സംസ്ഥാന നിയമസഭ തന്നെ പിരിച്ചുവിട്ടുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി 2 കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കി നിങ്ങൾ ശക്തമായൊരു നിലപാട് എടുക്കേണ്ടിയിരുന്നില്ലേ? പൗരത്വ നിയമം പോലുള്ള സംഭവങ്ങൾ, മുത്തലാഖ് നിയമം പോലുള്ള സംഭവങ്ങൾ, നിങ്ങളുടെ നിലപാട് ദുർബലമായിരുന്നു എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ്. ഉത്തർപ്രദേശിൽ ഈ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്ന സ്ഥലമാണ് ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിലെ കോൺഗ്രസിനെ നയിച്ചുകൊണ്ടിരുന്നു എന്ന് നിങ്ങൾ പറയുന്ന നേതാക്കന്മാരാണ് BJPയിലേക്ക് എത്തുന്നത്. അതോടൊപ്പം രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രശ്നങ്ങളോട് പ്രതികരിക്കാനും അതിനെ ചെറുത്തു തോൽപ്പിക്കാനും രാജ്യത്തെ പ്രമുഖ പ്രതിപക്ഷ കക്ഷിയായി നിങ്ങൾക്ക് സാധിക്കുന്നില്ല. അങ്ങനെ സാധിക്കാത്തത് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കണ്ടേ? ഇനി രണ്ടാമത്തെ കാര്യം, ഈ ഒന്നാം ഘട്ടത്തിൽ BJPയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ സൂചിപ്പിക്കേണ്ടിയിരുന്നു. എന്താ BJP പറഞ്ഞത്? ചില കോൺഗ്രസിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികളിൽ നിന്നോ ഉണ്ടാകുന്ന പ്രാദേശികമായ മാറ്റം മറ്റ് CPMലേക്കോ അല്ലെങ്കിൽ CPMൽ നിന്ന് മറ്റേതെങ്കിലും, അതാണോ സുഹൃത്തെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാ ജ്യോതിരാദിത്യ സിന്ധ്യ എന്ത് സ്ഥാനം കിട്ടാത്തത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിൽ സർവ്വസുഖവും അനുഭവിച്ച് നിൽക്കുന്ന ജ്യോതിരാദിത്യ സിന്ധ്യ നിങ്ങളുടെ ഭീഷണിയല്ലേ? നിങ്ങൾ എന്താ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ആശയപരമായിട്ടാണോ നിങ്ങൾ കോൺഗ്രസിൽ നിന്ന് ആളുകളെ എടുക്കുന്നത്? റിസോർട്ട് മാഫിയകളുടെ രാഷ്ട്രീയം അതല്ലേ രാജ്യത്ത് നടക്കുന്നത്? എന്താ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്? നിങ്ങൾ മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ നിങ്ങൾ നടപ്പിലാക്കിയല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, CBIയെ, രാജ്യത്തെ കുറ്റാന്വേഷണ ഏജൻസികളെ. പശ്ചിമ ബംഗാളിൽ, ബീഹാറിൽ, രാജസ്ഥാനിൽ, മധ്യപ്രദേശിൽ, കർണാടകത്തിൽ, ഗോവയിൽ, പുതുച്ചേരിയിൽ, ഈ കേരളത്തിൽ മാത്രമാണ് നിങ്ങളുടെ പണിയൊന്നും നടക്കാതെ പോയത്. CBIയെ കൊണ്ടുവന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ കൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തി ഈ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചല്ലോ. കോൺഗ്രസ്, ശ്രീ ഷുക്കൂർ, നിർഭാഗ്യവശാൽ എനിക്ക് ചൂണ്ടിക്കാട്ടിയേ മതിയാവൂ. നിർഭാഗ്യവശാൽ നിങ്ങൾ എടുത്ത സ്റ്റാൻഡ് എന്താ? നിങ്ങൾ BJP എടുക്കുന്ന കുറ്റാന്വേഷണ സംഘങ്ങളെ രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകളെ അട്ടിമറിക്കാൻ ഉപയോഗിച്ചപ്പോ നിങ്ങൾ പിന്തുണച്ചു. കേരളത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയെ പോലെ, ശ്രീ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കന്മാർ പിന്തുണച്ചു. നിങ്ങൾ മാപ്പ് പറയണം കേരളീയ സമൂഹത്തോട്. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാം. ശ്രീ K. സുധാകരനെ കുറിച്ച് ശ്രീ A. ഷുക്കൂർ ഇവിടെ ഗ്യാരണ്ടി തന്നല്ലോ. എന്ത് ഗ്യാരണ്ടിയാണ് ഉള്ളത്? ടോം വടക്കൻ AICCയുടെ ശ്രീ രാഹുൽ ഗാന്ധി പത്രസമ്മേളനം നടത്തുമ്പോൾ ഇടതുവശത്തിരുന്ന ആളാണ്. ശ്രീ രാമൻ നായർ, നിരവധിയായ നേതാക്കന്മാർ, KPCCയുടെ നേതാക്കന്മാർ. ഞാൻ ഒരു കാര്യം, കേരളത്തിലെ കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകരുടെ ആശങ്ക സൗഹൃദപൂർവ്വം ഞങ്ങളോട് ഷെയർ ചെയ്യാറുണ്ട്. കോൺഗ്രസിൽ നിന്ന് ഒരു വലിയ പ്രവാഹം ഒഴുക്കാണ് രാജ്യത്ത് BJPയിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഉന്നയിക്കുന്ന കാര്യം മതനിരപേക്ഷ രാഷ്ട്രീയ ചേരിയെ ശക്തിപ്പെടുത്തുക. കേരളത്തിൽ ആ ചേരിയുടെ നേതൃത്വം ഇടതുപക്ഷത്തിനാണ്. രണ്ടാം ഗവൺമെന്റാണ് പിണറായി സർക്കാർ. രണ്ടാം ഗവൺമെന്റാണ്. നിങ്ങൾ പറഞ്ഞല്ലോ കേന്ദ്രമന്ത്രിമാരുമായിട്ട് പ്രധാനമന്ത്രിയുമായി ഞങ്ങൾ എന്തോ കോംപ്രമൈസ് ചെയ്യുന്നുവെന്ന്. എന്താണ് അങ്ങ് പറയുന്നത്? കോവിഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, സിൽവർ ലൈൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, മെട്രോ ലൈനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ, ദേശീയ പാത വികസനത്തിന് അർഹമായ ഇടം ഈ കേരളത്തിന് തരണമെന്ന് പ്രധാനമന്ത്രിയോടോ കേന്ദ്രമന്ത്രിമാരോടോ കേരളത്തിലെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടാൽ, ചിലപ്പോ ചർച്ച നടത്തിയാൽ, അതാണോ കോംപ്രമൈസ് എന്ന് അങ്ങ് ചൂണ്ടിക്കാണിക്കുന്നത്? അപ്പോ കേരളത്തിലെയോ ഇന്ത്യയിലെയോ ഇടതുപക്ഷം RSSുമായി BJPയുമായി ഒരു ഘട്ടത്തിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒട്ടനേകം പ്രശ്നങ്ങളിൽ നിങ്ങൾ മാറി നിൽക്കുന്നു. AICC നേതാക്കന്മാർ മാറി നിൽക്കുന്നു. നിങ്ങൾ പറഞ്ഞല്ലോ രാഹുൽ ഗാന്ധിയെ ഞാൻ ആക്ഷേപിച്ചു. ഞാൻ ഒരു ചർച്ചയിലും ശ്രീ രാഹുൽ ഗാന്ധി ആക്ഷേപിച്ചില്ല. പക്ഷേ എങ്ങനെ ഇന്ത്യയിലെ സമാദരണീയനായ ഗുലാം നബി ആസാദിനെ പോലെ
പിന്നെ കപിൽ സിബലിനെ പോലെ നിരവധി നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന 23 ഗ്രൂപ്പ് എങ്ങനെയാണ് കോൺഗ്രസിനകത്ത് രൂപപ്പെട്ടത്? ഞങ്ങൾ പറഞ്ഞിട്ടാണോ? ഞങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചത് കൊണ്ടാണോ? അല്ല. കോൺഗ്രസിനകത്ത് വിശ്വാസം നഷ്ടപ്പെടുന്ന നേതാക്കന്മാർ അവർ ഭയക്കുകയാണ്. ഈ രാജ്യത്തെ ഫെഡറൽ വ്യവസ്ഥയെ BJP തകർക്കുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ CBIയെ ദുരുപയോഗപ്പെടുത്തി ഗവൺമെന്റുകളെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിക്കുന്നു. അതോടൊപ്പം ഭരണഘടനയെ തന്നെ ദുർബലപ്പെടുത്താനുള്ള തീരുമാനവും BJP ഇവിടെ സ്വീകരിച്ചു വരികയാണ്. യെസ്, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ഇതിലൊക്കെ പ്രകടമായി മുന്നിലേക്ക് വരുന്ന ഒരു കാര്യം നേരത്തെ ശ്രീ പ്രമോദ് പുഴങ്കരയും ഡോക്ടർ ഷിജു ഖാനും ഒക്കെ ചൂണ്ടിക്കാട്ടിയതുപോലെ ശ്രീ ഷുക്കൂറും പറയാൻ ശ്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ പറയേണ്ടി വന്നതുകൊണ്ട് അത് കൂടുതൽ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. BJPയുടെ ജനാധിപത്യ വിരുദ്ധത തന്നെയാണ്. പണം വാങ്ങി ആളുകളെ പിടിക്കുക, മറ്റു പല ഓഫറുകളും കൊടുത്ത് കോൺഗ്രസിൽ നിന്ന് ആളുകളെ കൊണ്ടുവരിക, മുൻ മുഖ്യമന്ത്രിമാരെ വരെ കൊണ്ടുവരിക, ഇരിക്കുന്ന മുഖ്യമന്ത്രിമാരെ തന്നെ BJPക്കാരാക്കി മാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗപ്പെടുത്തിക്കൊണ്ടുമൊക്കെ എന്ത് അവകാശമുണ്ട് ജനാധിപത്യ വാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ? ലാലിന്റെ രീതി വെച്ച് എന്നെ പൂർത്തിയാക്കാൻ സമ്മതിക്കുമോ എന്ന് എനിക്കറിയില്ല. ലാലെ, ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. ഇവിടെ എന്റെ സുഹൃത്തുക്കളെ രണ്ടുപേരും ഒരുപാട് വസ്തുതകൾ ചരിത്രം മുതൽ ഇങ്ങോട്ട് പറഞ്ഞ പുഴങ്കരയും ആവേശം കൊള്ളുന്ന ഷിജുഖാനൊക്കെ മനസ്സിലാക്കേണ്ടത് പ്രഥമ ഭാരത തെരഞ്ഞെടുപ്പിലെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലേക്ക് എത്തിയ പാർട്ടിയാണ് നിങ്ങളുടെ പാർട്ടി. ക്രമാനുഗതമായി വളരുകയും 35ഉം 45ഉം കൊല്ലം ഒരേ സംസ്ഥാനത്തിൽ ഭരിക്കുകയും ചെയ്തൊരു പാർട്ടിയാണ് നിങ്ങൾ. 2 സീറ്റ് മാത്രം ഉണ്ടായിരുന്ന ഒരു CBIയും ഒരു കേന്ദ്രസേനയും ഒരു അധികാരവും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ത്യൻ ജനതയുടെ മനസ്സ് കീഴടക്കിക്കൊണ്ട് മുന്നോട്ട് പോയ പ്രത്യയശാസ്ത്രം നിങ്ങൾക്കറിയുമോ? 25 കൊല്ലക്കാലത്തിലധികം ഭരിച്ച ത്രിപുരയില് ഈ ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടാണോ ഇന്ന് 1-2 ഭൂരിപക്ഷം കിട്ടിയത്? താങ്കൾ ഇപ്പൊ ഏറെ ആക്ഷേപിച്ചല്ലോ കോൺഗ്രസിനെ കുറിച്ച്. കോൺഗ്രസും CPM ആയിട്ടാണോ സഹകരണം? കോൺഗ്രസും BJPയുമായിട്ടാണോ സർ? തമിഴ്നാട്ടിൽ നിങ്ങളും അവരുമായിട്ട് ഒറ്റ മുന്നണിയല്ലേ? സംപൂജ്യരായി 35 കൊല്ലം ഭരിച്ച ബംഗാളിൽ കോൺഗ്രസിന്റെ കൂടെ കൂട്ടിക്കെട്ടിയത് നിങ്ങളല്ലേ? ഇപ്പൊ ഇതേക്കിനെ വളരെ വ്യക്തമായിട്ട് കോൺഗ്രസിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു, ഞങ്ങൾ സഹായിച്ചു BJPയെ തോൽപ്പിക്കാൻ, നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അക്കാര്യത്തിൽ അവർ രഹസ്യധാരണയൊന്നും അല്ലല്ലോ, അത് പരസ്യമായ സഖ്യം തന്നെയല്ലേ. BJPയുമായിട്ട് കോൺഗ്രസിന് കേരളത്തിലുണ്ടെന്നൊക്കെ പറയുന്നത് അങ്ങനെയല്ലല്ലോ. പൂർത്തിയാക്കാൻ സമ്മതിക്കേ ലാലെ ഒന്ന് പൂർത്തിയാക്കാൻ സമ്മതിക്കും. നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയാം. വളരെ കൃത്യമായിട്ട് BJPയും കോൺഗ്രസുമാണ് അന്തർധാര എന്ന് പറയുന്നത്. പരസ്യധാരയും അന്തർധാരയും നമ്മുടെ മുമ്പിലുണ്ട് വളരെ കൃത്യമായിട്ട്. ഇനി എന്റെ ഹിന്ദുത്വത്തെ കുറിച്ച് എനിക്ക് വലിയ പുഴങ്കാല എന്ന് പറയുന്ന ആള് ചരിത്രത്തിലെ വലിയ വലിയ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് അറിയും 1948 ഹിന്ദു മഹാസഭയുടെ അധ്യക്ഷൻ നിങ്ങളുടെ സോമനാഥ ചാറ്റർജിയുടെ അഭിവന്ദ്യനായ പിതാവ് നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആയിരുന്നു. എന്ന് പറഞ്ഞാൽ കുഞ്ഞു നാളുകൾ മുതൽ ഈ മനുഷ്യനെ പഠിപ്പിച്ചത് സോമനാഥ് ചാറ്റർജി പഠിച്ചത് അച്ഛന്റെ ഹിന്ദുത്വ അജണ്ടയായിരുന്നു. ആ ഹിന്ദുത്വ അജണ്ടയിൽ നിന്നുമായിരുന്നു അദ്ദേഹം ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ട് CPMലേക്ക് പോയത്. അവസരം കിട്ടുമ്പോഴൊക്കെ ഹിന്ദുത്വത്തെയും കേരളത്തിൽ ഇപ്പൊ നേടിയ വലിയ വായുവിൽ വിജയമുണ്ടല്ലോ, അത് വളരെ കൃത്യമായി ഏത് അജണ്ടയിലാണ് എന്ന് നമുക്കൊക്കെ കൃത്യമായിട്ട് അറിയാം. മാത്രമല്ല ഈ അഹങ്കരിക്കുന്ന വലിയ നേട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ആവേശം കൊള്ളുന്ന ഷിജുഖാനെ ഇപ്പോഴും CPMന് കിട്ടിയ വോട്ട് പെർസെന്റേജ് 25.4, LDFന് കിട്ടിയത് 45.43 എന്ന് പറഞ്ഞാൽ 54.57 പുറത്താണ്. 30 സീറ്റ് പിടിച്ച് കേരളത്തിൽ അധികാരത്തിൽ വരുമെന്ന് പറഞ്ഞ് കുഴൽപ്പണ ഇടപാട് നടത്തി കോടികൾ ഇറക്കിയിട്ടും നിങ്ങളുടെ സീറ്റ് ഒരു സീറ്റ് നഷ്ടപ്പെട്ടു. ഒരു സീറ്റിൽ നിന്ന് നിങ്ങളെ ഈ കേരളീയ സമൂഹം ഒരു സീറ്റിൽ നിന്നും തള്ളിക്കളഞ്ഞു. 30 സീറ്റ് പിടിച്ച് അധികാരത്തിൽ വരാനുള്ള സ്വാധീനം ഞങ്ങൾക്ക് ഉണ്ടെന്ന് പറഞ്ഞ പാർട്ടിയാണ് നിങ്ങൾ. സംപൂജ്യരാക്കി കേരളത്തിലെ ജനങ്ങൾ, പ്രബുദ്ധരായ ജനങ്ങൾ മാറ്റി. കുഴൽപ്പണ ഇടപാട്, ഹവാലാപ്പണ ഇടപാട് എല്ലാം നിങ്ങൾ നടത്തിയല്ലോ. എന്നിട്ടും നിങ്ങളെ ഈ കേരളീയ സമൂഹം തള്ളിക്കളഞ്ഞു. CPMന്റേതാവാം, വിളിച്ച് ക്ഷണിച്ചു വരുത്തിയിട്ട് എനിക്ക് അനുവദിച്ച സമയത്ത് ബഹളം വെക്കുന്നത് ജനാധിപത്യപരമായി. മാഷ് പറഞ്ഞോളൂ, ഒരു മിനിറ്റ് കൊടുത്തേ ഉള്ളൂ. ഞങ്ങളോട് ഈ സംപൂജ്യരായി എന്ന് പറഞ്ഞ സാർ, ബംഗാളിൽ എങ്ങനെ നിങ്ങൾ സംപൂജ്യരായി? ത്രിപുരയിൽ എങ്ങനെ സംപൂജ്യരായി? ഇന്ത്യയിലെ പ്രതിപക്ഷ നേതൃത്വ കസേരയിറങ്ങി ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറ്റുമെന്ന് പറഞ്ഞ പ്രത്യയശാസ്ത്രത്തിന്റെ കേരളം ഒഴികെയുള്ള പുന്നപ്രയും വയലാറും കയ്യൂരും കാവുമ്പായ്ക്കും അപ്പുറത്തേക്ക് തെലങ്കാനയിലും അങ്ങ് അപ്പുറത്ത് നിറഞ്ഞ് കാഞ്ഞു വീശിയ കൊടുങ്കാറ്റിൽ എന്ത് സംഭവിച്ചു സാർ? നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ശ്രീ ജയചന്ദ്ര മാസ്റ്റർ, നമുക്ക് സമയം വളരെ കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് ഈ ജനങ്ങളുടെ അംഗീകാരം എന്ന് പറയുന്നത് എല്ലാ കാലത്തേക്കും ഉള്ളതല്ല. അവർക്ക് ഓരോ ഘട്ടത്തിലും മാറ്റി മാറ്റി തരേണ്ടി വരും. BJPക്ക് ഇപ്പോഴുള്ളതും എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചോദ്യം ഇത്രയേ ഉള്ളൂ, BJP ഈ കോൺഗ്രസ്സുകാരെയൊക്കെ നിങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ, മുൻ മുഖ്യമന്ത്രിമാരെ വരെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് എന്ത് ജനാധിപത്യ ടൂൾ ഉപയോഗിച്ചാണ് എന്നതാണ് ചോദ്യം.
ഏറ്റവും നല്ല ഗവേഷണത്തിന് വിഷയമാകുന്നത് ത്രിപുരയിലും ബംഗാളിലും എങ്ങനെയാണ് CPM BJP-യിലേക്ക് എത്തിയത്, മറ്റ് സംസ്ഥാനങ്ങളിൽ CPM-ന്റെ ദുർബലത വരുന്ന BJP എങ്ങനെ ശക്തമാകുന്നത്? ലാലെ ഒറ്റ ഉത്തരമേ ഉള്ളൂ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. കാലത്തിന്റെ അഭിബന്ധനായ വിഷയങ്ങളെ നേരിടാനുള്ള കെൽപ്പ് ഏത് പ്രത്യയശാസ്ത്രത്തിനാണോ കഴിവുള്ള ആളുകളെ അംഗീകരിക്കപ്പെടാതിരിക്കുമ്പോൾ അവരെങ്ങനെയാണോ പ്രത്യയശാസ്ത്രത്തിലേക്ക് വരുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ കേരളത്തിൽ നിന്നുള്ള മുൻ MLA-മാർ ഉൾപ്പെടെയുള്ള കണ്ണന്താനം ഉൾപ്പെടെയുള്ള ആളുകൾ ഏതുപോലെ ശരി ശ്രീ പ്രമോദ് പുഴങ്കര, വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് താങ്കൾ എങ്ങനെയാണ് നിർവചിക്കുക? ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ല, അക്രമികളുടെ അതിജീവനമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഗാന്ധിയെ വെടിവെച്ചു കൊന്ന RSS-കാരനും സംഘപരിവാറുകാരനും അന്താരാഷ്ട്ര നിയമങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ആഭ്യന്തര വംശഹത്യക്ക് കുറ്റവാളികളായി വിചാരണ ചെയ്യപ്പെടേണ്ടി വരുന്ന നരേന്ദ്രമോദിയിലേക്കും അമിത്ഷായിലേക്കും എത്തി നിൽക്കുന്ന സംഘപരിവാറിന്റെ ഈ ഫാഷിസ്റ്റ് ഭരണകൂടത്തിന്റെ വളർച്ചയെ നേരിടേണ്ട ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ശ്രീ ഷുക്കൂറിന്റെ പാർട്ടി അത് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഒരു പക്ഷേ അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനൊന്നും ആകേണ്ടതില്ല, പക്ഷെ അദ്ദേഹം വായിക്കേണ്ട ഒരു പുസ്തകം ഫാഷിസത്തിനെതിരായ ഐക്യമുന്നണി എന്ന് പറഞ്ഞ ദിമിത്രോവിന്റെ ഒരു പുസ്തകമുണ്ട്, അത് അദ്ദേഹം വായിക്കണം. ചരിത്രത്തിൽ ഫാഷിസത്തെ നേരിടുന്നതിൽ നിങ്ങൾ കാണിക്കുന്ന ഈ അലംഭാവം ഗാന്ധിയെ വെടിവെച്ചു കൊന്ന ഘാതകർ ഇന്ന് ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ഹിന്ദുത്വ ഭീകരത പ്രസംഗിക്കുന്നതിലേക്ക് എത്തിക്കുന്നു എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയും എന്നൊരു പ്രതീക്ഷ ഇപ്പോഴും ഈ ജനതയ്ക്കുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ തല്ലിക്കെടുത്താതിരിക്കണം എന്നുകൂടി എനിക്ക് പറയാം. ശ്രീ ഷുക്കൂർ, വളരെ കുറച്ചു സമയം 30 സെക്കൻഡേ നമുക്ക് ബാക്കിയുള്ളൂ. അങ്ങത് പാലിക്കുമെങ്കിൽ മാത്രം അങ്ങയിലേക്ക് തരുന്നു. അല്ല, ഒരു കാര്യമുണ്ട്, വലിയ വായ്ത്താളം പറയുന്നത് പോലെ പുഴങ്കര ഇവിടെ പറയുന്നത് കേട്ടേണ്ട കോൺഗ്രസ്, ഈ രാജ്യത്ത് കോൺഗ്രസിനെ തകർത്ത് ഇത്തരം വർഗീയവാദികളെ അധികാരത്തിൽ കൊണ്ടുവന്നതിൻ്റെ ഉത്തരവാദിത്വം എത്രയോ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. CPI-ക്കുണ്ട് എന്ന് ഞാൻ പറയില്ല, ഇന്ത്യയിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ട്. എത്ര പ്രാവശ്യം എണ്ണി നമുക്ക് പറയാൻ കഴിയും. ശരി, ആ സമയം ഞാൻ എടുക്കുകയാണ്. ഡോക്ടർ ഷിജു ഖാൻ, താങ്കൾക്കും ശ്രീ ഷുക്കൂറിന് കൊടുത്തത് കൊണ്ട് 30 സെക്കൻഡ്. കോൺഗ്രസ് തങ്ങളിൽ വന്നിട്ടുള്ള വീഴ്ചകൾ പരിശോധിക്കാമെന്നോ പരിഹരിക്കാമെന്നോ രാജ്യത്ത് ഒരു പ്രധാനപ്പെട്ട മതേതര രാഷ്ട്രീയം രൂപപ്പെടുത്താനുള്ള ചുമതല ഏറ്റെടുക്കാമെന്നോ ഒന്നും ഈ ചർച്ചയിലും ശ്രീ ഷുക്കൂറിനെ പോലുള്ളവർ അത് പറയാനല്ല സമയം ചെലവാക്കിയത്. ഇന്ത്യയിലെ മതേതര രാഷ്ട്രീയത്തിന്റെ പതാകവാഹകരായ CPIM-നെതിരായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് വേണ്ടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തോട് എനിക്ക് അദ്ദേഹത്തോട് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, ഈ CPIM-നെതിരെയും ഇടതുപക്ഷത്തിനെതിരെയും നിങ്ങൾ ആക്ഷേപങ്ങളും വിമർശനങ്ങളും എല്ലാം നിങ്ങൾ ചൊരിഞ്ഞോളൂ. പക്ഷെ നിങ്ങൾ ഇന്ത്യയിലെ കോൺഗ്രസിൽ നിന്ന് BJP-യിലേക്ക് എത്തുന്ന ആളുകളെ എന്തുകൊണ്ടാണ് അവർ എത്തുന്നതെന്നും എത്ര ഭീഷണിയാണ് ഈ രാജ്യത്ത്, എത്ര പ്രകോപനങ്ങളാണ് BJP-യും RSS-ഉം സൃഷ്ടിക്കുന്നതെന്നും അവരുടെ സ്വാധീന വലയത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ നേതാക്കന്മാർ അകപ്പെടുന്നതെന്നുമുള്ള പരിശോധന കൂടി ഈ CPIM വിമർശനത്തിനിടെ അങ്ങയെപ്പോലുള്ള ആളുകൾ. ശരി, വ്യക്തമാണ്. സമയത്തിന്റെ പരിമിതിയുണ്ട്. ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, കോൺഗ്രസ് ആണ് ഇന്ന് പ്രധാന വിഷയം എന്നതുകൊണ്ട് BJP-ക്ക് സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളത് അങ്ങ് ക്ഷമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അത് അടുത്ത ചർച്ചയിൽ നമുക്ക് ബാക്കി ഇത് കോമ്പൻസേറ്റ് ചെയ്യാം എന്നൊരു വാക്ക് ഇപ്പോൾ തരാനേ സാധിക്കൂ. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ഡോക്ടർ ഷിജു ഖാൻ, ശ്രീ A. ഷുക്കൂർ, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, ശ്രീ പ്രമോദ് പുഴങ്കര. ന്യൂസ് അവസാനിക്കുന്നു. നമസ്കാരം.